ഹായ് ഫ്രണ്ട്സ്, LGS PQ പർവ്വത്തിലേക്ക് സ്വാഗതം. 2024 PSC നടത്തിയ കണക്കിലെ ചോദ്യങ്ങളും അതിലെ എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കോണേ. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര? നമുക്കിവിടെ അറിയേണ്ടത് വാങ്ങിയ വില എത്ര എന്നാണ്. നോക്കി, വാങ്ങിയ വില എപ്പോഴും 100% വാങ്ങിയ വില എപ്പോഴും 100%. ഇനി നോക്കി, ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റു. അപ്പം ഇവിടെ തന്നിരിക്കുന്ന 700 രൂപ എന്ന് പറഞ്ഞ വിറ്റ വിലയാണ്. 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി. ക്ലിയർ ആണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, വാങ്ങിയ വില എപ്പോഴും 100% ഒരു സാധനം ഞാൻ വിൽക്കുമ്പോൾ എനിക്ക് 10% ലാഭം കിട്ടിയാൽ എൻ്റെ വിറ്റ വില ഞാൻ എങ്ങനെ പറയണം? 100% പ്ലസ് 10%. എൻ്റെ വിറ്റ വില 110. അതുപോലെ തന്നെ എനിക്ക് 20% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ വിറ്റ വില എങ്ങനെയായിരിക്കും? 100% പ്ലസ് 20%. എൻ്റെ വിറ്റ വില 120% ക്ലിയർ ആണ്. അതുപോലെയാണ് 10% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ വിറ്റ വില എങ്ങനെയായിരിക്കണം? 100%ത്തിൽ നിന്ന് 10% കുറച്ച് എൻ്റെ വിറ്റ വില ഞാൻ എങ്ങനെ പറയണം? 90% പറയണം. ക്ലിയർ ആണ്. അപ്പോൾ 20% നഷ്ടം വന്നാലോ? 100%ത്തിൽ നിന്ന് 20% കുറച്ച് എൻ്റെ വിറ്റ വില ഞാൻ എങ്ങനെ പറയണം? 80% എന്ന് പറയണം. ഇനി ഈ ചോദ്യം നോക്കിക്കേ. 700 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി. അപ്പൊ നോക്കിയാടാ, ഇവിടെ 30% നഷ്ടമുണ്ടായി. അങ്ങനെ പറഞ്ഞാൽ എന്റെ വിറ്റ വില ശതമാനത്തിൽ എങ്ങനെയായിരിക്കണം? 100%ത്തിൽ നിന്ന് 30% കുറച്ച് എന്റെ വിറ്റ വില ഇവിടെ എങ്ങനെയായിരിക്കും? 70%. ക്ലിയർ ആണ്. ഇവിടെ വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ശതമാനത്തിൽ എത്രയാണ്? ശതമാനത്തില് 70%. ക്ലിയർ ആണ്. വിറ്റ വില ശതമാനത്തില് 70%. ഇനി 700 രൂപയ്ക്കല്ലേ ഞാൻ സാധനം വിറ്റത്? അപ്പൊ 700 രൂപ ഏത് വിലയാണ്? വിറ്റ വില. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? 70% 700 രൂപ. 70% 700 രൂപ. ക്ലിയർ ആണ്. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഇവിടെ? വാങ്ങിയ വില എത്ര? വാങ്ങിയ വില എപ്പോഴും എത്ര ശതമാനമായിരിക്കും? എപ്പോഴും 100% അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ എത്ര ശതമാനം കണ്ടുപിടിക്കണം? 100% കണ്ടുപിടിക്കണം. 70% 700 രൂപ. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. കോസ്റ്റ് പ്രൈസ് എപ്പോഴും എത്ര ശതമാനമായിരിക്കും? 100%. അപ്പൊ ഇവിടെ വാങ്ങിയ വില 100%. അപ്പം 100% എത്ര എന്ന് ഞാൻ കണ്ടുപിടിക്കണം. ക്ലിയർ ആണ്. ഇനി നോക്കിക്കേ, 70% 700 തന്നിട്ടുണ്ട്. അതുപോലെ 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തൂടെ? ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ബ്രോക്കിംഗ് ചെയിൻ മെത്തേഡ്. എങ്ങനെയാണ് ബ്രോക്കിംഗ് ചെയിൻ മെത്തേഡ് ചെയ്യുന്നത്? ഒരേ യൂണിറ്റിൽ പെട്ടവ, ഒരേ തരത്തിൽപ്പെട്ടവ, ഒരേ കാറ്റഗറിയിൽപ്പെട്ടവ ഇവരെ ഒരു വശത്ത് വേണം എഴുതാൻ. ക്ലിയർ ആണ്. ഒരേ യൂണിറ്റിൽ പെട്ടവയെ ഒരു വശത്ത് എഴുതണം. നോക്കിക്കേ, ഞാൻ ഇവിടെ ആദ്യം ശതമാനമല്ലേ എഴുതിയത്. അപ്പോ അതിന്റെ താഴെ തന്നെ എന്ത് എഴുതണം? ശതമാനം എഴുതണം. ക്ലിയർ ആണ്. ഇനി ഇവിടെ എന്താണ് കിടക്കുന്നത്? ഇവിടെ രൂപയിലാണ് കിടക്കുന്നത്. അപ്പൊ താഴെ എന്ത് തന്നെ കിട്ടും? രൂപ തന്നെ കിട്ടും. ക്ലിയർ ആണ്. ഒരേ യൂണിറ്റിൽ പെട്ടവ ഒരു വശത്ത് എഴുതണം. ഇനി നോക്കിക്കേ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത കോണ്ടാക്ട് ഉള്ളവരാരൊക്കെയാണ്? ഇവിടെ നോക്കിക്കേ, 700ഉം 100ഉം കോണ്ടാക്ട് ഉണ്ട്. ക്ലിയർ ആണ്. കോണ്ടാക്ട് ഉള്ളവരെ ഞാൻ അംശത്തിൽ എഴുതണം. കോണ്ടാക്ട് ഉള്ളവരെ ഞാൻ അംശത്തിൽ എഴുതണം. അപ്പൊ ഇവിടെ കോണ്ടാക്ട് ഉള്ളത് ആരൊക്കെയാണ്? 700 × 100. ക്ലിയർ ആണ്. കോണ്ടാക്ട് ഉള്ളവരെ അംശത്തിൽ എഴുതണം. എങ്ങനെയാണ് അംശത്തിൽ എഴുതുന്നത്? 700 × 100. ക്ലിയർ ആണ്. ഇനി ഡിവൈഡഡ് ബൈ ഛേദത്തിൽ എഴുതേണ്ടത് ആരാണ്? ഛേദത്തിൽ എഴുതേണ്ടത് മിസ്കോണ്ടാക്ട്. ഇവിടെ ആരാണ് മിസ്കോണ്ടാക്ട്? 70%. അപ്പോൾ ഡിവൈഡഡ് ബൈ 70%. ക്ലിയർ ആണ്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ നോക്കിക്കേ, 70ഉം 700ഉം കട്ട് ചെയ്താൽ 10 തവണ കിട്ടും. ക്ലിയർ ആണ്. 700നെ 70 കൊണ്ട് ഹരിച്ചാൽ 10 തവണ. 10 × 100 എത്ര കിട്ടുവാടാ? 1000 രൂപ. അപ്പൊ ഇവിടെ ഉത്തരം എത്ര? 1000 രൂപ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിന്റെ വാങ്ങിയ വില എത്ര? നോക്കി, 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിന്റെ വാങ്ങിയ വില എത്ര? ഇവിടെയും കണ്ടുപിടിക്കേണ്ടതെന്നാ വാങ്ങിയ വില. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, വാങ്ങിയ വില എവിടെ കാണുവോ അവിടെ ഞാൻ എത്ര ശതമാനം കൊടുത്തോണം? 100% കൊടുത്തോണം. വാങ്ങിയ വില എപ്പോഴും എത്ര ശതമാനമായിരിക്കും? 100%. വാങ്ങിയ വില എത്ര? അവിടെ ഞാൻ എന്ത് പറയണം? 100% എത്ര? ക്ലിയർ ആണ്. ഇനി ചോദ്യത്തിൽ പറയുന്നു, 600 രൂപയ്ക്ക്
20% ലാഭത്തിലാണ് വിറ്റത്. വിറ്റ വിലയാണ് തന്നിരിക്കുന്നത്. വിറ്റ വില എത്ര രൂപയാണ് ഇവിടെ? 600 രൂപ. അങ്ങനെ 600 രൂപയ്ക്ക് ഞാൻ വിറ്റപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? 20% ലാഭം കിട്ടി. നേരത്തെ പറഞ്ഞായിരുന്നു 20% ലാഭം കിട്ടി. അങ്ങനെ 20% ലാഭം കിട്ടിയാൽ എന്റെ വിറ്റ വില എങ്ങനെ ആയിരിക്കണം? 100% പ്ലസ് 20%, 120%. ക്ലിയർ ആണ്? 20% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ എന്റെ വിറ്റ വില എങ്ങനെ ആയിരിക്കും? 100% പ്ലസ് 20%, 120%. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 120%. ശതമാനത്തിൽ വിറ്റ വില 120%. ഇനി ആ 120% എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് ഞാൻ സാധനം വിറ്റത്? 600 രൂപയ്ക്കാണ് വിറ്റത്. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ 120% എത്ര രൂപയാണ്? 120% 600 രൂപ. ഞാൻ എന്ത് കണ്ടുപിടിക്കണം? വാങ്ങിയ വില എത്ര? വാങ്ങിയ വില എപ്പോഴും എത്ര ശതമാനമാണെന്ന് പറഞ്ഞായിരുന്നു? 100% പറഞ്ഞായിരുന്നു. ക്ലിയർ ആണ്? അപ്പോൾ 100% എത്ര? ഓക്കെ ആണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തൂടെ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ കോണ്ടാക്ട് ഉള്ളവർ ആരൊക്കെയാണ്? കോണ്ടാക്ട് ഉള്ളത് 600 100. അപ്പൊ 600 × 100 ഡിവൈഡഡ് ബൈ മിസ്കോണ്ടാക്ട് ആരാണ്? 120. അപ്പോൾ ഡിവൈഡഡ് ബൈ 120. ക്ലിയർ ആണ്? ഈ സീറോയും കട്ട് ചെയ്ത് പോയി. 60നെ 12 കൊണ്ട് ഹരിച്ചാൽ 5 തവണ കിട്ടും. അപ്പോൾ 5 × 100 ഇവിടെ എത്ര കിട്ടിയടാ? 500. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? ഇവിടെ ഉത്തരം 500, ഓപ്ഷൻ എ. ഓക്കെയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 5 കിലോ ഗോതമ്പിന് 91 രൂപ 50 പൈസ ആകുമെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും? നമ്മൾ നേരത്തെ പഠിച്ച ഒരു മെത്തേഡില്ലേ, ബ്രോക്കിംഗ് ചെയിൻ മെത്തേഡ്. അതേ മെത്തേഡ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചൂടെ? ഇവിടെ ചോദ്യം പറയുന്നത് 5 കിലോ ഗോതമ്പിന് 91 രൂപ 50 പൈസ. ക്ലിയർ ആണ്? എനിക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയേണ്ടത് 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും? ക്ലിയർ ആണ്? 5 കിലോ ഗോതമ്പിന് 91 രൂപ 50 പൈസ. എനിക്കറിയേണ്ടത് 183 രൂപയ്ക്ക് എത്ര കിലോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ബ്രോക്കിംഗ് ചെയിൻ മെത്തേഡ് ചെയ്യേണ്ടത്. ഒരേ യൂണിറ്റിൽ പെട്ടവ ഒരു വശത്ത് എഴുതണം. ക്ലിയർ ആണ്? ഇവിടെ ഞാൻ നോക്കിക്കേ, ക്വാണ്ടിറ്റി എഴുതിയത് കൊണ്ട് താഴെ എനിക്ക് എന്തേ കിട്ടുള്ളൂ? ക്വാണ്ടിറ്റിയെ കിട്ടുള്ളൂ. ക്ലിയർ ആണ്? ഇവിടെ ഞാൻ രൂപ എഴുതിയത് കൊണ്ട് താഴെ ഞാൻ എന്ത് ചെയ്യുന്ന എഴുതണം? രൂപ തന്നെ എഴുതണം. ക്ലിയർ ആണ്? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ നോക്കിയേ, കോണ്ടാക്ട് ആരൊക്കെയാണ്? 5 കിലോയും 183 കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ നോക്കിക്കേ, 5 × 183 ഡിവൈഡഡ് ബൈ മിസ്കോണ്ടാക്ട് ആരാണ്? 91 രൂപ 50 പൈസ. അപ്പൊ നോക്കിക്കേ, ഡിവൈഡഡ് ബൈ 91 രൂപ 50 പൈസ. ക്ലിയർ ആണ്? ഇനി നോക്കിക്കേ, 91 രൂപ 50 പൈസയുടെ ഇരട്ടിയാണ് എത്ര? 183. അങ്ങനെയാണെങ്കിൽ എനിക്ക് 183നെ 91 രൂപ 50 പൈസ കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ? അങ്ങനെ ഹരിച്ചാൽ എനിക്ക് എത്ര കിട്ടുവാടാ? 2 കിട്ടും. ക്ലിയർ ആണ്? അപ്പൊ നോക്കിക്കേ, 5 × 2 ഇവിടെ എത്ര കിട്ടും? ഇവിടെ 10 കിലോ എന്ന് കിട്ടും. ക്ലിയർ ആണ്? അപ്പോ ഉത്തരം ഏതാ? ഓപ്ഷൻ സി, 10 കിലോ. ക്ലിയർ ആണ്? അടുത്ത നോക്കിക്കേ, ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നു എങ്കിൽ നഷ്ട ശതമാനം എത്ര? നോക്കിക്കേ, ഞാനൊരു സാധനം വിൽക്കുമ്പോൾ എനിക്ക് ലാഭം കിട്ടണമെങ്കിൽ ഞാൻ അത് എങ്ങനെ വിൽക്കണം? ഞാൻ വാങ്ങിയ വിലയേക്കാളും കൂട്ടി വേണം വിൽക്കാൻ, ഇല്ലേ? വാങ്ങിയ വിലയേക്കാളും കൂട്ടി വിറ്റാലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? എനിക്ക് ലാഭം കിട്ടുള്ളൂ. അതുപോലെയാണ് എനിക്ക് നഷ്ടം എങ്ങനെയാണ് വരുന്നത്? ഞാൻ വാങ്ങിയ വിലയേക്കാളും കുറച്ചാണ് വിൽക്കുന്നതെങ്കിൽ എനിക്ക് എപ്പോഴും എന്തായിരിക്കും? നഷ്ടമായിരിക്കും. ക്ലിയർ ആണ്? ശ്രദ്ധിച്ചോണേ, വാങ്ങിയ വിലയേക്കാളും കുറച്ച് വിറ്റാൽ നഷ്ടം, വാങ്ങിയ വിലയേക്കാളും കൂട്ടി വിറ്റാൽ ലാഭം. ക്ലിയർ ആണ്? ഇവിടെ നോക്കിക്കണം, ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നു. ഇവിടെ നഷ്ടം എത്രയാണ്? 120 രൂപ. എങ്ങനെയാണ് നഷ്ടം വരുന്നത്? വാങ്ങിയ വിലയേക്കാളും കുറച്ച് വിൽക്കുമ്പോഴാണ് നഷ്ടം. ക്ലിയർ ആണ്? അപ്പോൾ 120 രൂപ നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയേക്കാളും എത്ര രൂപ കുറവായിരിക്കും? വാങ്ങിയ വിലയേക്കാളും 120 രൂപ ഞാൻ കുറച്ച് വിൽക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? 120 രൂപ നഷ്ടം. ക്ലിയർ ആണ്? വാങ്ങിയ വിലയേക്കാളും 120 രൂപ കുറച്ച് വിറ്റാൽ നഷ്ടം. ഓക്കെയാണ്? അങ്ങനെ ഞാൻ വിൽക്കുമ്പോഴാണ് വിറ്റ വില എന്തായിട്ട് മാറിയത്? 480 രൂപ. ഓക്കെയാണ്? അപ്പോൾ ഇവിടെ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വിറ്റ വിലയേക്കാളും 120 കൂടുതലായിരിക്കുമല്ലോ വാങ്ങിയ വില. ക്ലിയർ ആണ്? അപ്പൊ വാങ്ങിയ വില കാണാൻ എന്ത് ചെയ്യണം? ഇപ്പൊ കോസ്റ്റ് പ്രൈസ് 480 പ്ലസ് 120, കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടുവാടാ? 600 രൂപ. ഇവിടെ വാങ്ങിയ വില 600 രൂപ. ക്ലിയർ ആണ്? ഇനി ഈ സാധനം വിറ്റപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ച്? 120 രൂപ നഷ്ടം. അപ്പോൾ എന്റെ
നഷ്ടം 120 രൂപയാണ്. ക്ലിയർ ആണ്. ഇനി നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നാലും ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നാലും എപ്പോഴും ഏത് വിലയിലേ കാണാൻ പറ്റുള്ളൂ? വാങ്ങിയ വിലയിൽ വേണം കാണാൻ. ക്ലിയർ ആണ്. ലാഭശതമാനമായിരുന്നാലും നഷ്ടശതമാനമായിരുന്നാലും ഏത് വിലയിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? വാങ്ങിയ വിലയിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ലാഭശതമാനം കാണാൻ പറഞ്ഞ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ക്ലിയർ ആണ്. ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ക്ലിയർ ആണ്. അപ്പൊ നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നാലോ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ക്ലിയർ ആണ്. ഇവിടെ എന്റെ നഷ്ടം എത്ര? 120. അപ്പൊ നഷ്ടശതമാനം കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ്? നഷ്ടം 120 ബൈ വാങ്ങിയ വില എത്ര? 600. ക്ലിയർ ആണ്. ഇൻറ്റു 100. ഓക്കെയാണ്. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെയാണ്. നോക്കിയേ, ഈ സീറോയും കട്ട് ചെയ്തു പോയി. 60നെ 12 കൊണ്ട് ഹരിച്ചാൽ 5 തവണ കിട്ടും. ക്ലിയർ ആണ്. 5ഉം 10 കൂടെ കട്ട് ചെയ്ത് 2. അപ്പോൾ എത്ര ശതമാനം നഷ്ടം വന്നു? 20% നഷ്ടം. ക്ലിയർ ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം. ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ഈ ചോദ്യം. 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യം എങ്കിൽ ലാഭം എത്ര? ക്ലിയർ ആണ്. ഞാൻ എത്ര മാങ്ങയെ വാങ്ങിച്ചോളൂ? ഞാൻ വാങ്ങിച്ചത് 6 മാങ്ങയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ 6 മാങ്ങയുണ്ട്. അതിൽ ഞാൻ എത്ര മാങ്ങയെ വിറ്റോളൂ? 5 മാങ്ങയെ ഞാൻ കൊടുത്തോളൂ. 6 മാങ്ങ ഞാൻ വാങ്ങിയിട്ട് 5 മാങ്ങ ഞാൻ കൊടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ലാഭമായിരിക്കും നഷ്ടമായിരിക്കും? ലാഭമായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ 6 മാങ്ങയിൽ 5 മാങ്ങ കൊടുത്താൽ എൻ്റെ കയ്യിൽ ബാക്കി എത്ര മാങ്ങ ആണ്? 1 മാങ്ങ ആണ്. ക്ലിയർ ആണ്. അപ്പൊ എൻ്റെ ലാഭം എന്തോന്നാ? 1. ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി. ഓക്കെയാണ്. നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 മാങ്ങയുടെ വാങ്ങിയ വിലയും 5 മാങ്ങയുടെ വിറ്റ വിലയും തുല്യം. ക്ലിയർ ആണ്. ഇതുപോലെ വാങ്ങിയ വിലയും വിറ്റ വിലയും തുല്യം വന്നാൽ ക്ലിയർ ആണ്. ചോദ്യത്തിനകത്ത് വാങ്ങിയ വിലയും വിറ്റ വിലയും തുല്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം നോക്കിക്കേ, ഇവിടെ ലാഭം എത്ര എന്ന് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ചോദ്യം അങ്ങനെ തരത്തില്ല. ചിലപ്പോൾ ചോദ്യം എങ്ങനെ തരുള്ളൂ? ലാഭം ഓർ നഷ്ടം എത്ര? ക്ലിയർ ആണ്. ലാഭം ഓർ നഷ്ടം എത്ര? അപ്പോൾ ആ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ലാഭമാണോ നഷ്ടമാണോ. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും ലാഭമാണോ നഷ്ടമാണോ എന്ന്? നോക്കിക്കേ, വാങ്ങിയതിന്റെ എണ്ണം എത്ര? 6 എണ്ണം. വിറ്റതിന്റെ എണ്ണം എത്ര? 5 എണ്ണം. ക്ലിയർ ആണ്. വാങ്ങിയതിന്റെ എണ്ണത്തിനേക്കാളും വിൽക്കുന്നതിന്റെ എണ്ണം കുറവാണെങ്കിൽ ലാഭം. ക്ലിയർ ആണ്. വാങ്ങിയ എണ്ണത്തിനേക്കാളും വിൽക്കുന്ന എണ്ണം കുറവാണെങ്കിൽ ലാഭം. ക്ലിയർ ആണ്. അപ്പൊ നേരെ തിരിച്ചു പറഞ്ഞൂടെ? വാങ്ങിയ എണ്ണത്തിനേക്കാളും വലുതാണ് വിൽക്കുന്ന എണ്ണമെങ്കിൽ നഷ്ടം. ക്ലിയർ ആണ്. ഇവിടെ ഞാൻ 6 മാങ്ങ വാങ്ങി 7 മാങ്ങ വിറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭമായിരിക്കുമോ നഷ്ടമായിരിക്കുമോ? ഞാൻ വാങ്ങിയത് എത്ര മാങ്ങയേ ഉള്ളൂ? 6 മാങ്ങയേ ഉള്ളൂ. പക്ഷെ എത്ര കൊടുക്കേണ്ടി വന്ന്? 7 എണ്ണം കൊടുക്കേണ്ടി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നഷ്ടമായിരിക്കും. ക്ലിയർ ആണ്. അപ്പൊ നോക്കേണ്ടത് വാങ്ങിയ എണ്ണത്തിനേക്കാളും വിൽക്കുന്ന എണ്ണം കുറവാണെങ്കിൽ ലാഭം. വാങ്ങിയ എണ്ണത്തിനേക്കാളും കൂടുതലാണ് വിൽക്കുന്ന എണ്ണമെങ്കിൽ നഷ്ടം. ക്ലിയർ ആണ്. വാങ്ങിയ എണ്ണത്തിനേക്കാളും കൂടുതലാണ് വിൽക്കുന്നതെങ്കിൽ നഷ്ടം. വാങ്ങിയ എണ്ണത്തിനേക്കാളും കുറവാണ് വിൽക്കുന്നതെങ്കിൽ ലാഭം. ക്ലിയർ ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ വാങ്ങിയ എണ്ണം എത്രയാണ്? വാങ്ങിയ എണ്ണം 6 എണ്ണം. വിറ്റ എണ്ണം എത്ര? 5 എണ്ണം. അപ്പം തീർച്ചയായിട്ടും ലാഭമായിരിക്കും. എത്ര ലാഭം? ലാഭം എപ്പോഴും ഇവർ തമ്മിലെ വ്യത്യാസം. ലാഭമായിരുന്നാലും നഷ്ടമായിരുന്നാലും ഇവർ തമ്മിലെ വ്യത്യാസമായിരിക്കും. ക്ലിയർ ആണ്. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ എത്ര? 1. ഓക്കെയാണ്. ഈ ചോദ്യം നോക്കിക്കേ, 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്ര? 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റു. ക്ലിയർ ആണ്. അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റു. അപ്പൊ നോക്കിക്കേ, അതേ വില എന്ന് പറഞ്ഞാൽ നേരത്തെ വാങ്ങിയ വില എത്രയാണ്? 50 രൂപ. അപ്പോൾ അതേ വിലയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 50 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ ഇവിടെ വിറ്റ വിലയും വാങ്ങിയ വിലയും തുല്യമാണ്. വാങ്ങിയ വിലയും വിറ്റ വിലയും തുല്യം. ക്ലിയർ ആണ്. ഓക്കെ, ഇതേപോലൊരു ചോദ്യം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ചോദ്യത്തിനകത്തുള്ള എണ്ണം ആദ്യം എടുക്കും, രൂപ രണ്ടാമത് എടുക്കും. ക്ലിയർ ആണ്. എണ്ണം ആദ്യം എടുക്കും, രൂപ രണ്ടാമത് എടുക്കും. അപ്പൊ ആദ്യം എടുക്കേണ്ടത് ഏതാ? ആദ്യം എടുക്കേണ്ടത് എണ്ണം. എണ്ണം എടുക്കും, രണ്ടാമത് റുപ്പീസ് എടുക്കും. ക്ലിയർ ആണ്. ആദ്യം എണ്ണം എടുക്കും, രണ്ടാമത് രൂപ എടുക്കും. ക്ലിയർ ആണ്. ഇനി ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ സാധനം വാങ്ങിക്കാൻ ചെന്ന വാടകയിൽ നമ്മൾ പൈസ എടുത്ത് കൊടുക്കുമോ? ഇല്ല. നമുക്ക് ആദ്യം നമ്മൾ കൊടുത്ത ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ എണ്ണിയെടുത്തതിന് ശേഷം നമ്മൾ പൈസ കൊടുക്കുള്ളൂ. ക്ലിയർ ആണ്. അപ്പൊ ആദ്യം ഞാൻ സാധനങ്ങൾ എണ്ണണം, എന്നിട്ടേ ഞാൻ പൈസ കൊടുക്കുള്ളൂ.
ക്ലിയർ ആണ്. ആദ്യം സാധനങ്ങൾ എണ്ണും എന്നിട്ട് പൈസ കൊടുക്കും. ക്ലിയർ ആണ്. അപ്പൊ ആദ്യം എഴുതേണ്ട ഏതാ? ആദ്യം നമ്പർ എഴുതും, രണ്ടാമതേ ഞാൻ എന്ത് എഴുതുള്ളൂ? രണ്ടാമതേ ഞാൻ പൈസ എഴുതുള്ളൂ. ക്ലിയർ. ആദ്യം ഞാൻ സാധനങ്ങൾ എണ്ണും, രണ്ടാമതേ ഞാൻ എന്ത് കൊടുക്കുള്ളൂ? രൂപ കൊടുക്കുള്ളൂ. ക്ലിയർ ആണ്. ഇനി എപ്പോഴും എടുക്കേണ്ടത്, ചോദ്യത്തിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് കാണും. ആദ്യം എടുക്കേണ്ടത് വാങ്ങിയ വിലയിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആണോ? നോക്കിയേ, 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി. ക്ലിയർ ആണ്. വാങ്ങിയ വില എങ്ങനെയാണ്? 50 രൂപയ്ക്ക് 10 ഓറഞ്ച്. ഇവിടെ എണ്ണം എത്ര? 10 എണ്ണം. 10 എണ്ണം. രൂപ എത്ര? 50 രൂപ. ക്ലിയർ ആണ്. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് വാങ്ങിയ വിലയുടെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഇവിടെ 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വാങ്ങി. എണ്ണം എന്ന് പറഞ്ഞാൽ 10, രൂപ 50. ക്ലിയർ ആണ്. ഇനി സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ്? അതേ വിലയ്ക്ക്, അതേ വില എന്ന് പറഞ്ഞാൽ 50 രൂപ. 50 രൂപയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റു. ക്ലിയർ ആണ്. 50 രൂപയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റു. അപ്പൊ ഇവിടെ നമ്പർ എത്ര? നമ്പർ 8. രൂപ എത്ര? 50. ക്ലിയർ ആണ്. പരിപാടി കഴിഞ്ഞ് ദാ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ്. ക്ലിയർ ആണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കിട്ടുന്ന എപ്പോഴും കോസ്റ്റ് പ്രൈസും ഇവിടെ കിട്ടുന്ന വാല്യൂ എപ്പോഴും സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ഇവിടെ എപ്പോഴും കോസ്റ്റ് പ്രൈസ്, ഇവിടെ എപ്പോഴും സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ ആണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഇവിടെ നോക്കിയേ, ഇവിടെ 50ഉം 8ഉം. 50 × 8 എത്ര? 50 × 8 400. ക്ലിയർ ആണ്. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. 10 × 500, 10 × 50 എത്ര? 500. ക്ലിയർ ആണ്. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. 10 × 50 500. 50 × 8 400 എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില ഇവിടെ 400, വിറ്റ വില ഇവിടെ 500. ക്ലിയർ ആണ്. വാങ്ങിയ വില 400, വിറ്റ വില 500. നോക്കിക്കേടാ, വാങ്ങിയ വില 400ഉം വിറ്റ വില 500ഉം ആണെങ്കിൽ ലാഭമായിരിക്കോ നഷ്ടമായിരിക്കോ? വാങ്ങിയ വിലയേക്കാളും കൂടുതലാണ് ഇവിടെ വിറ്റ വില. എത്ര രൂപ കൂടുതൽ? 100 രൂപ കൂടുതൽ. അപ്പൊ ലാഭം എത്ര രൂപ? ലാഭം 100 രൂപ ലാഭം. അപ്പൊ ഇവിടുത്തെ പ്രോഫിറ്റ് 100 രൂപയാണ്. ക്ലിയർ ആണ്. പ്രോഫിറ്റ് 100 രൂപ. ലാഭമായിരുന്നാലും നഷ്ടമായിരുന്നാലും ഏതിലേ കണക്കാക്കോളൂ? വാങ്ങിയ വിലയിലേ കണക്കാക്കോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ശതമാനം എത്രയായിരിക്കും? 100/400 × 100. ക്ലിയർ ആണ്. 100/400 × 100. ഈ 2 0, ഈ 2 0 കട്ട് ചെയ്ത് പോയി. 100/4 ഉത്തരം എത്ര കിട്ടൂടാ? 25% എന്ന് കിട്ടും. 25% ഓപ്ഷൻ സി. ക്ലിയർ ആണ്. 25% ഓപ്ഷൻ സി. ഓക്കെ ആണ്. ക്ലിയർ ആണ്. നോക്കി, ഇതേ ചോദ്യം തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാം. വേറൊരു മെത്തേഡ് എന്ന് പറയാൻ നോക്കി, ഇവിടെ രൂപ രണ്ടും തുല്യമല്ലേടാ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില 50 രൂപയാണ്, വിറ്റ വില 50 രൂപയാണ്. ക്ലിയർ ആണ്. വാങ്ങിയ വില 50 ആണ്, വിറ്റ വില 50 ആണ്. അപ്പൊ അങ്ങനെയാണോ? നോക്കി, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തുല്യമാണെങ്കിൽ, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തുല്യമാണെങ്കിൽ നോക്കി, ഇവിടെ കോസ്റ്റ് പ്രൈസിന്റെ എണ്ണം എത്ര? കോസ്റ്റ് പ്രൈസിന്റെ എണ്ണം ഞാൻ വാങ്ങിയത് 10 എണ്ണമാണ് വാങ്ങിച്ചത് 10 എണ്ണം. എന്നിട്ട് എത്രയേ കൊടുത്തോളൂ? ഞാൻ 8 എണ്ണേ വിറ്റുള്ളൂ. ക്ലിയർ ആണ്. വാങ്ങിച്ചത് 10 എണ്ണം, വിറ്റത് എത്ര? 8. ക്ലിയർ ആണ്. അവിടെ അങ്ങനെയാണെങ്കിൽ നോക്കി, വാങ്ങിയ എണ്ണത്തിനേക്കാളും ചെറുതാണ് വിറ്റ എണ്ണമെങ്കിൽ ലാഭമല്ലേ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ ലാഭമാണ്. ക്ലിയർ ആണ്. എത്ര ലാഭം? 2 ആണ് ലാഭം. ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്നാ, ഇവിടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എത്ര ആണെന്ന് വെച്ചാൽ 2. ക്ലിയർ ആണ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലാഭശതമാനമായിരുന്നാലും നഷ്ടശതമാനമായിരുന്നാലും, ഇവിടെ ലാഭശതമാനമായിരുന്നാലും നഷ്ടശതമാനമായിരുന്നാലും തന്നിരിക്കുന്നതിന്റെ എണ്ണത്തിലെ വ്യത്യാസം. ക്ലിയർ ആണ്. ലാഭശതമാനമാണെങ്കിലും നഷ്ടശതമാനമാണെങ്കിലും തന്നിരിക്കുന്ന എണ്ണത്തിന്റെ വ്യത്യാസം ബൈ വിൽക്കുന്നതിന്റെ എണ്ണം. ക്ലിയർ ആണ്. തന്നിരിക്കുന്ന എണ്ണത്തിലെ വ്യത്യാസം ബൈ വിൽക്കുന്നതിന്റെ എണ്ണം. ക്ലിയർ ആണ്. തന്നിരിക്കുന്ന എണ്ണത്തിലെ വ്യത്യാസം ബൈ വിൽക്കുന്നതിന്റെ എണ്ണം. ക്ലിയർ ആണ്. ഇവിടെ തന്നിരിക്കുന്ന എണ്ണം എത്ര? 10ഉം 8ഉം. വ്യത്യാസം എടുത്ത എത്ര? 10 - 8 2 കിട്ടി. ക്ലിയർ ആണ്. എപ്പോഴും താഴെ ബേസ്, എപ്പോഴും ഡിനോമിനേറ്ററിൽ എന്തേ കൊടുക്കാവൂ? വിൽക്കുന്നതിന്റെ എണ്ണം. വിൽക്കുന്നതിന്റെ എണ്ണം എത്ര? 8. 2/8 ശതമാനത്തിലാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുവാടാ? 4. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. 4 കൊണ്ട് 100നെ ഹരിച്ചാൽ എത്ര കിട്ടുവാടാ? 25% കിട്ടും. 25%. ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? വാങ്ങിയ എണ്ണത്തിനേക്കാളും ഇവിടെ ചെറുതാണ് വിൽക്കുന്നതിന്റെ എണ്ണം, അതുകൊണ്ട് എന്തായിരിക്കണം? അതുകൊണ്ട് ലാഭമായിരിക്കും. ക്ലിയർ ആണ്. വാങ്ങിയ എണ്ണത്തിനേക്കാളും ചെറുതാണ് വിൽക്കുന്നതിന്റെ എണ്ണമെങ്കിൽ ലാഭം. വാങ്ങിയ എണ്ണത്തിനേക്കാളും ചെറുതാണ് വിൽക്കുന്നതിന്റെ എണ്ണമെങ്കിൽ ലാഭം. അപ്പൊ ഇവിടെ 25% പ്രോഫിറ്റ്. ക്ലിയർ ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. ഓക്കെ ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 80% ഡാഷ് ഭിന്നസംഖ്യക്ക് തുല്യമാണ്. അവിടെ എളുപ്പമുള്ള ചോദ്യം. 80% ഡാഷ് ഭിന്നസംഖ്യക്ക് തുല്യം. ക്ലിയർ ആണ്. എളുപ്പമുള്ള ചോദ്യം.
ശതമാനം തന്നിട്ട് ഭിന്നസംഖ്യയാക്കാൻ പറഞ്ഞിരുന്നാലും ശതമാനം തന്നിട്ട് ദശാംശ സംഖ്യയാക്കാൻ പറഞ്ഞിരുന്നാലും എന്ത് ചെയ്താൽ മതി? 80% ഞാൻ 100 കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ 80% എന്ന് പറഞ്ഞാൽ എന്തോന്നാ? 80% എന്ന് പറഞ്ഞാൽ 80/100. ക്ലിയർ ആണ്. അപ്പൊ ഭിന്നസംഖ്യയാക്കാൻ പറഞ്ഞിരുന്നാലും ദശാംശ സംഖ്യയാക്കാൻ പറഞ്ഞിരുന്നാലും എന്ത് ചെയ്താൽ മതി? ശതമാനത്തിന് ഈ രൂപത്തിൽ അങ്ങ് എഴുതിയാൽ മതി. എങ്ങനെ എഴുതണം? 80/100. ക്ലിയർ ആണ്. 80/100 ഈ രൂപത്തിൽ അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ നോക്കി, ഈ സീറോയും കട്ട് ചെയ്ത് പോയി. ഇനി ചെറുതാക്കി എഴുതിയാൽ 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും, 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. എന്ന് പറഞ്ഞാൽ 4/5. 80% ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഉത്തരം എങ്ങനെ വരുവാ? ഓപ്ഷൻ എ 4/5. ഓക്കെയാണ്. അടുത്ത ചോദ്യം നോക്കാം. നോക്കി, 200ന്റെ 20% എത്ര? ഡയറക്റ്റ് ചോദ്യം, ഒന്നുമില്ല ചെയ്യാൻ. 200ന്റെ 20% എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 20/100. ക്ലിയർ ആണ്. 200 ഇൻറ്റു 20/100. നോക്കി, ഈ 2 സീറോയും കട്ട് ചെയ്ത് പോയി. 2 ഇൻറ്റു 20 ഉത്തരം എത്ര കിട്ടും? 40 കിട്ടും. അപ്പോൾ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി 40. ക്ലിയർ ആണ്. 200ന്റെ 20% എത്രയാണെന്ന് ചോദിച്ചാൽ 200 ഇൻറ്റു 20/100 സിംപ്ലിഫൈ ചെയ്താൽ 40 കിട്ടും. ഓക്കെയാണ്. അത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു കച്ചവടക്കാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടാവും? ക്ലിയർ ആണ്. കച്ചവടക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിളുകൾ വിറ്റു. ക്ലിയർ ആണ്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ആപ്പിൾ അത് എത്ര ശതമാനമായിരിക്കും? ആകെ ആപ്പിൾ എപ്പോഴും 100% ശതമാനത്തിൽ ആകെ എന്ന് കണ്ടാൽ എത്ര ശതമാനമായിരിക്കണം? 100% ഏത് കാര്യം പറഞ്ഞിരുന്നാലും അതിന്റെ ടോട്ടൽ വാല്യൂ ശതമാനത്തിൽ പറഞ്ഞാൽ 100%. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ആപ്പിള് എത്ര ശതമാനം? 100%. അതിൽ 50% ആപ്പിൾ വിറ്റുപോയി. അങ്ങനെ പറഞ്ഞാൽ അയാളുടെ കയ്യിൽ ബാക്കി എത്ര ശതമാനം കാണൂടാ? ബാക്കി 50% കാണും. ക്ലിയർ ആണ്. ഇനി അയാളുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടെന്നാ ചോദ്യം പറയുന്നേ? 450 ആപ്പിൾ ഉണ്ട്. ശതമാനത്തിൽ ബാക്കി എത്ര കാണും? 50%. എണ്ണത്തിൽ എത്രയാണ്? 450. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റൂടാ? ഇവിടെ 50% 450. 50% 450. എനിക്ക് എന്തറിയണം? അയാളുടെ കയ്യിൽ ആകെ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? ആകെ ഇപ്പോൾ എത്ര ശതമാനമായിരിക്കും? ആകെ 100% ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ഓക്കെയാണ്. നേരത്തെ പറഞ്ഞായിരുന്നു ഇതുപോലെ വന്നാൽ പരസ്പരം ക്രോസ് ചെയ്യണം. കോണ്ടാക്ട് ഉള്ളവരെ അംശത്തിൽ എഴുതണം. കോണ്ടാക്ട് ആരൊക്കെയാണ്? 450 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മിസ്കോണ്ടാക്ട് ആരാണ്? 50%. അപ്പം ഡിവൈഡഡ് ബൈ 50. ക്ലിയർ ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 50ഉം 100ഉം കൂടെ കട്ട് ചെയ്താൽ 2 കിട്ടി. 100ന് 50 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേ? അപ്പൊ 50 100 എത്ര തവണ പോവും? 2 തവണ. 450 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 45 ഇൻറ്റു 2 90. ഒരു 0 കൂടെ എഴുതിയാൽ എത്ര കിട്ടും? 900. 450 ഇൻറ്റു 2 900. ഓപ്ഷൻ ഡി 900 ഉത്തരം. ഓക്കെയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 100ൽ 1 ഉണ്ട് എന്നാണ് ചോദ്യം. ക്ലിയർ ആണ്. നോർമലി ഈ ചോദ്യം ചോദിച്ചാൽ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയെ 1/100 കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണ്. നോർമലി ഈ ചോദ്യം ചോദിച്ചാൽ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന സംഖ്യയിൽ എത്ര 100ൽ 1 ഉണ്ടെന്ന് ചോദിച്ചാൽ ആ സംഖ്യയെ 100ൽ 1 കൊണ്ട് ഹരിക്കണം. ഇങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. ഓക്കെയാണ്. പക്ഷെ ഇവിടെ ചോദ്യം ഉദ്ദേശിച്ചിരിക്കുന്നത് 100ൽ 1ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയുടെ മുഖവില എത്ര? 100ൽ 1ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയുടെ മുഖവില എത്ര? എന്താണ് ഈ സ്ഥാനം? സ്ഥാനം എന്ന് പറയാൻ നോക്കിക്കേ. 527.864. അതിൽ 7ന് നമ്മൾ എങ്ങനെ പറയും? 7 കിടക്കുന്ന ഒറ്റയുടെ സ്ഥാനമാണ്. 7 കിടക്കുന്നത് ഒറ്റയുടെ സ്ഥാനം. ഓക്കെയാണ്. അതുപോലെ 2 കിടക്കുന്നത് 10ന്റെ സ്ഥാനമാണ്. 2 കിടക്കുന്നത് 10ന്റെ സ്ഥാനത്ത്. ഇനി 5 കിടക്കുന്ന എവിടെയാണ്? 5 കിടക്കുന്നത് 100ന്റെ സ്ഥാനത്താണ്. അപ്പം ഒറ്റ, 10, 100, 1000, 10,000 അങ്ങനെ പൊക്കോണ്ടിരിക്കും. ക്ലിയർ ആണ്. ഇനി ദശാംശം കഴിഞ്ഞിട്ട് വലത്തോട്ട് വരുന്ന സംഖ്യകൾ എങ്ങനെ പറയണം? ദശാംശം കഴിഞ്ഞ് വലത് ഭാഗത്ത് കിടക്കുന്ന ആദ്യത്തെ സംഖ്യ നമ്മൾ 10ൽ 1 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 1/10 എന്ന് പറഞ്ഞാൽ ഇവിടെ 8 കണ്ട. 8ന് നമ്മൾ 1/10, 10ൽ 1. 6ന് നമ്മൾ എങ്ങനെ പറയണം? 100ൽ 1. 4ന് എങ്ങനെ പറയണം? 1000ൽ 1. 4 കഴിഞ്ഞ് വേറെ സംഖ്യ ഉണ്ടെങ്കിൽ എങ്ങനെ പറയണം? 10,000ൽ 1. ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ. അപ്പൊ ഇവിടെ 100ൽ 1 എത്രയാണെന്ന് വെച്ചാൽ 100ൽ 1ന്റെ സാധാരണ സംഖ്യ ഏതാ?
6. ക്ലിയർ ആണ്. 6ന്റെ മുഖവിലയാണ് ചോദ്യം. ഉത്തരം എത്ര? ഓപ്ഷൻ ഡി 6. ക്ലിയർ ആണ്. ഇവിടെ 100ൽ 1ന്റെ സ്ഥാനത്ത് ഇടുന്ന സംഖ്യ ഏതാ? 6. അപ്പൊ ഇവിടെ ഉത്തരം എന്ത് പറയണം? ഇവിടെ 6 ആണെന്ന് പറയണം. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 61ൽ എത്ര 6ൽ ഒന്നുകളുണ്ട്? നേരത്തെ ചോദിച്ച സെയിം ചോദ്യം. ക്ലിയർ ആണ്. 1ൽ എത്ര 6ൽ ഒന്നുകളുണ്ട്? ഇനി 6ൽ 1 മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതണം? 6ൽ 1 എന്ന് പറഞ്ഞാൽ 6ൽ 1. ക്ലിയർ ആണ്. 6ൽ 1 പറഞ്ഞാൽ 6ൽ 1. ഇനി തന്നിരിക്കുന്ന സംഖ്യയിൽ എത്ര 6ൽ 1 ഉണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണോ തന്നിരിക്കുന്ന സംഖ്യ ആ സംഖ്യയെ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണ്. ഇവിടെ ഭിന്നസംഖ്യ ആരാണ്? 6ൽ 1. അപ്പോൾ ഇവിടെ 61ൽ എത്ര 6ൽ 1 ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 61 ഡിവൈഡഡ് ബൈ 6ൽ 1. ക്ലിയർ ആണ്. 61 ഡിവൈഡഡ് ബൈ 1/6. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ തിരിച്ചിട്ട് ഗുണിച്ചാൽ എങ്ങനെ വരും? 61 ഇൻറ്റു 6/1. ക്ലിയർ ആണ്. അപ്പോൾ 61 ഇൻറ്റു 6 ഉത്തരം എത്ര കിട്ടും? 366. ഉത്തരം ഏതാ? ഓപ്ഷൻ എ 366. ഒക്കെയാണ്. ക്ലിയർ ആണ്. ചോദ്യം ശ്രദ്ധിക്കണം. ഇതുപോലെ 2 ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ഒരെണ്ണം സ്ഥാനവില ചോദിച്ചപ്പോൾ രണ്ടാമത്തെ ഏതാണ്? ഡിവിഷൻ ആണ് ചോദിച്ചത്. ക്ലിയർ ആണ്. ചോദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓപ്ഷനും കൂടെ നോക്കിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യാവൂ. ഓക്കെയാണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? എത്ര കൂട്ടിയാൽ 2 കിട്ടും എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 2ൽ നിന്ന് 0.99 കുറയ്ക്കണം. ഓക്കെയാണ്. അപ്പോൾ 2 മൈനസ് 0.99. ക്ലിയർ ആണ്. നോക്കിയേ, ഇത് കുറയ്ക്കാനുള്ള എളുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ 2 0 കൂടെ കൊടുക്കണം. അപ്പൊ 2.00 മൈനസ് 0.99. ഇവിടെ കടമെടുത്ത 10 കിട്ടി. 10ൽ നിന്ന് 9 കുറച്ചാൽ 1 കിട്ടും. ഓക്കെയാണ്. ഇവിടെ നിന്ന് കടമെടുത്താൽ 10 കിട്ടും. 10ൽ നിന്ന് കടമെടുത്തത് കൊണ്ട് മേളിൽ 9 കിട്ടും. 9ൽ നിന്ന് 9 കുറച്ചാൽ 0. ഇനി 2ൽ നിന്ന് 1 കടമെടുത്തുകൊണ്ട് മേളിൽ എന്തേ കാണുള്ളൂ? മേളിൽ 1 കാണുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? 1.01. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ ആണ്. കുറയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നോർമലി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 0.99 എന്റെ കയ്യിലുണ്ട്. ക്ലിയർ ആണ്. 0.99 ഇത് 1 ആവണമെങ്കിൽ 0.99 1 ആവണമെങ്കിൽ എന്തായാൽ മതി? 1 ആവണമെങ്കിൽ എന്ത് കൂടിയാൽ മതി? 1 ആവണമെങ്കിൽ 0.01 കൂടിയാൽ മതി. ക്ലിയർ ആണ്. 0.01 കൂടിയാൽ അവിടെ എത്ര കിട്ടും? 1 കിട്ടും. ക്ലിയർ ആണ്. ഇനി 1 2 ആവണമെങ്കിൽ എന്ത് കൂടണം? ഒരു 1 കൂടെ കൂടണം. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ കൂട്ടിയാൽ പോരെ. ക്ലിയർ ആണ്. 0.99 1 ആവണമെങ്കിൽ 0.01 കൂട്ടിയാൽ മതി. അങ്ങനെ 0.01 കൂടിയാൽ 1 ആവും. 1 2 ആവണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു 1 കൂടണം. ക്ലിയർ ആണ്. അപ്പൊ ആകെ കൂടേണ്ട എന്തോന്നാ? 1.01. ക്ലിയർ ആണ്. ഇങ്ങനെയും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 485.012 ഇൻറ്റു 100. ക്ലിയർ ആണ്. നോക്കിയേ, 1ന്റെ കൂടെ എത്ര 0 ഉണ്ടാ? ഇവിടെ 1ന്റെ കൂടെ 2 0 ഉണ്ട്. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ 100 കൊണ്ട് ഗുണിച്ചാൽ ദശാംശ സ്ഥാനം ഇവിടുന്ന് 2 സ്ഥാനം മാറ്റി കൊടുക്കണം. 2 0 ഉള്ളത് കൊണ്ട്, 1ന്റെ കൂടെ 2 0 ഉള്ളത് കൊണ്ട് ദശാംശ സ്ഥാനം 2 സ്ഥാനം മാറ്റി കൊടുക്കണം. ക്ലിയർ ആണ്. ഇവിടെ 1000 കൊണ്ടാണ് ഗുണിച്ചിരുന്നെങ്കിൽ 1ന്റെ കൂടെ എത്ര 0 ഉണ്ട്? 1ന്റെ കൂടെ 3 0. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദശാംശം 3 സ്ഥാനം മാറ്റി കൊടുക്കേണ്ടി വന്നേനെ. ക്ലിയർ ആണ്. അപ്പോ ഇവിടെ എന്തായിരിക്കും ഉത്തരം? ഇവിടെ 2 സ്ഥാനം മാറ്റി കൊടുത്ത നമ്പർ എങ്ങനെയായിട്ട് മാറും? 48,501.2. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 1.75ന്റെ ഭിന്നസംഖ്യാ രൂപം എഴുതുക. അവിടെ ഒന്നുമില്ല. തന്നിരിക്കുന്ന സംഖ്യ അതുപോലെ 175. ദശാംശ സ്ഥാനം കഴിഞ്ഞ് 2 സ്ഥാനം ഉള്ളത് കൊണ്ട് ഛേദത്തിൽ 1 കൊടുത്ത് 2 0 കൊടുക്കും. ക്ലിയർ ആണ്. ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒരു സ്ഥാനേ ഉള്ളെങ്കിൽ ഞാൻ ഛേദം ഡിനോമിനേറ്ററിൽ എത്ര എഴുതിയാൽ മതി? 10 എഴുതിയാൽ മതി. ക്ലിയർ ആണ്. 2 സ്ഥാനം ഉള്ളത് കൊണ്ട് ഡിനോമിനേറ്ററിൽ 100 എഴുതണം. 3 സ്ഥാനമായിരുന്നെങ്കിൽ ഡിനോമിനേറ്ററിൽ ഞാൻ 1000 എഴുതണം. ക്ലിയർ ആണ്. ഇവിടെ 1.75. ക്ലിയർ ആണ്. ഭിന്നസംഖ്യ രൂപം എഴുതാൻ പറഞ്ഞാൽ 1.75 നമ്പറായിട്ട് മാറ്റി 175 ആയി. ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനം ഉള്ളത് കൊണ്ട് ഛേദത്തിൽ 1ന്റെ കൂടെ 2 0 കൊടുക്കണം. അപ്പൊ എങ്ങനെ എഴുതുവാ? 175/100. ഇനി 100ന് 25 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. 175ന് 25 കൊണ്ട് ഹരിച്ചാൽ 7 കിട്ടും. 7/4. ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ ഉത്തരം ഏതാ? ഓപ്ഷൻ എ 7/4. ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
0.232323 അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആണ്. എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകം ഏത്? ഒരു ലാസ്റ്റ് ഗ്രേഡ് ചോദ്യത്തിൽ ദശാംശ സംഖ്യ എന്ന ചാപ്റ്ററിൽ നിന്ന് സാധാരണ കാണുന്ന ചോദ്യം. ക്ലിയർ ആണ്. ചോദ്യം കണ്ടു പേടിക്കാനൊന്നുമില്ല, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ നോക്കേണ്ടത് ദശാംശം കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? 2 സംഖ്യകളാണ് ഇല്ലേ? 2 അക്കങ്ങളാണ്. ഏതൊക്കെ അക്കങ്ങളാണ്? 2ഉം 3ഉം. ക്ലിയർ ആണ്. ആ അക്കങ്ങളെ നേരെ താഴോട്ട് ഇറക്കി അങ്ങ് എഴുതും. ക്ലിയർ ആണ്. 2 അക്കങ്ങൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം എന്ന് പറഞ്ഞാൽ 23. ക്ലിയർ ആണ്. തുടർച്ചയായിട്ട് എത്ര അക്കങ്ങളാണ് പൊക്കോണ്ടിരിക്കുന്നത്? 2 അക്കങ്ങൾ. ആ തുടർച്ചയായിട്ട് പൊക്കോണ്ടിരിക്കുന്ന അക്കങ്ങളെ നേരെ താഴോട്ട് ഇറക്കി എഴുതണം. ഇവിടെ 2ഉം 3ഉം താഴോട്ട് ഇറക്കി എഴുതിയാൽ 23 ഡിവൈഡഡ് ബൈ എത്ര അക്കങ്ങളാണ് തുടർച്ചയായി പൊക്കോണ്ടിരിക്കുന്നത്? 2 അക്കങ്ങൾ. അപ്പോൾ ഛേദത്തില് 29 എഴുതണം. ക്ലിയർ ആണ്. എത്ര അക്കങ്ങളാണോ ദശാംശ സ്ഥാനം കഴിഞ്ഞ് തുടർച്ചയായി പൊക്കോണ്ടിരിക്കുന്നത് ആ നമ്പറിനെ, തുടർച്ചയായി പോകുന്ന നമ്പറിനെ താഴോട്ട് ഇറക്കി എഴുതണം. എത്ര സംഖ്യകളാണോ തുടർന്ന് പോകുന്നത് അത്രയും എണ്ണം, എത്ര അക്കങ്ങളാണോ തുടർന്ന് പൊക്കോണ്ടിരിക്കുന്നത് അത്രയും എണ്ണം 9 ഛേദത്തിൽ കൊടുക്കണം. ക്ലിയർ ആണ്. ഇവിടെ എത്ര അക്കങ്ങളാണ് തുടർന്ന് പോണത്? 2 അക്കങ്ങളാണ്. ഏതൊക്കെയാണ്? 2ഉം 3ഉം താഴോട്ട് ഇറക്കി എഴുതി 23 ആയി. ഛേദത്തിൽ എത്ര 9 കൊടുക്കണം? അവിടെ തുടർന്ന് പോകുന്ന 2 അക്കങ്ങൾ ആയതുകൊണ്ട് ഛേദത്തിൽ 2 കൊടുക്കണം. അപ്പൊ എങ്ങനെ വരും? 23/99. ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കണം. ഇവിടെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ 23/99. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ തൊട്ട് മുൻപിൽ പഠിച്ച സെയിം റൂള്, അതേ ചോദ്യം. ക്ലിയർ ആണ്. ഇവിടെ നോക്കി, ഇവിടെ ദശാംശം കഴിഞ്ഞ് 0.111. ഇവിടെ ദശാംശം കഴിഞ്ഞ് തുടർച്ചയായി പോകുന്ന സംഖ്യ ഏതാണ്? 1. ക്ലിയർ ആണ്. ഇൻറ്റു 0.444 റൂട്ടിനകത്ത് കിടക്കുന്നേ ഉള്ളൂ. ക്ലിയർ ആണ്. റൂട്ട് ഓഫ് 0.111 അങ്ങനെ തുടർന്ന് പോകും. ഇൻറ്റു 0.444. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റൂട്ടിനകത്ത് എനിക്ക് എങ്ങനെ എഴുതാടാ? ആദ്യത്തെ സംഖ്യ 0.111 അങ്ങനെയല്ലടാ പോണേ. കണ്ടിന്യൂ ചെയ്ത് പോകുന്ന എത്ര അക്കങ്ങളേ ഉള്ളൂ? ഒറ്റ അക്കേ ഉള്ളൂ. ക്ലിയർ ആണ്. തുടർച്ചയായി പോകുന്ന അക്കത്തിന് ഞാൻ താഴോട്ട് ഇറക്കി എഴുതി 1. ക്ലിയർ ആണ്. ഇനി ഛേദത്തിൽ എന്ത് കൊടുക്കണം? ഒരു സംഖ്യയാണ് തുടർന്ന് പോകുന്നതെങ്കിൽ ഛേദത്തിൽ 9. അപ്പൊ 1/9. ക്ലിയർ ആണ്. ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ 0.444 തുടർന്ന് പോകുന്ന അക്കം ഏതാ? 4. താഴോട്ട് ഇറക്കി എഴുതി. ഒരക്കം മാത്രമേ ഉള്ളത് കൊണ്ട് ഛേദത്തിൽ എന്ത് എഴുതണം? ഛേദത്തിൽ 9 കൊടുക്കണം. ക്ലിയർ ആണ്. ഇനി റൂട്ട് ഓഫ് ഇവർ തമ്മിൽ ഗുണിച്ച 1 × 4 കിട്ടി. 9 × 9 81. ക്ലിയർ ആണ്. ഇപ്പോൾ റൂട്ടിനകത്ത് റൂട്ട് ഓഫ് 4/81. ക്ലിയർ ആണ്. ഇനി റൂട്ട് കളയാൻ വേണ്ടിയിട്ട് 4ന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. 4ന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് എത്ര കിട്ടി? 2. ഇനി 81ന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് എത്ര കിട്ടും? 81ന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 9 കിട്ടും. അപ്പോൾ 2/9. ഓപ്ഷൻ നോക്കിക്കേ, 2/9 ഇല്ല. ക്ലിയർ ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളിതാ ഈ 0.111 നമ്മൾ എങ്ങനെ എഴുതി? 1/9. ക്ലിയർ ആണ്. അതുപോലെ തന്നെ 0.444 എങ്ങനെ എഴുതി? 4/9. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ 2/9 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.2222 ഇങ്ങനെ എഴുതിക്കൂടെടാ? ക്ലിയർ ആണ്. 0.2222 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഇവിടെ ഏതുണ്ട്? ഓപ്ഷൻ സി 0.2222 തുടർന്ന് പൊക്കോണ്ടിരിക്കും. ഓക്കെ ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് എന്ന് പറഞ്ഞാൽ 3 ദശാംശ സംഖ്യ തന്നിട്ടുണ്ട്. അതിന്റെ അവരോഹണ ക്രമത്തിൽ അങ്ങ് എഴുതണം. അവരോഹണ ക്രമത്തിൽ എഴുതുക മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആണ്. ഇനി തന്നിരിക്കുന്ന ദശാംശ സംഖ്യ ഏതൊക്കെയാണ്? 0.813, 0.733, 0.514. ക്ലിയർ ആണ്. വലുത് ഏതാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ദശാംശം കഴിഞ്ഞിട്ട് വരുന്ന അക്കം ഏതാണോ വലുത് ആ സംഖ്യ ആയിരിക്കും വലിയ സംഖ്യ. ക്ലിയർ ആണ്. ദശാംശ സ്ഥാനം കഴിഞ്ഞ് വരുന്ന അക്കം ഏതാണോ വലുത് ആ സംഖ്യ ആയിരിക്കും വലുത്. ക്ലിയർ ആണ്. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ സംഖ്യ ഏതാണ്? ആദ്യ സംഖ്യ 0.813. അവിടെ ദശാംശം കഴിഞ്ഞിട്ട് വന്ന അക്കം ഏതാണ്? 8. ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തെ സംഖ്യ ഏതാണ്? രണ്ടാമത്തെ സംഖ്യ 0.514. ദശാംശം കഴിഞ്ഞിട്ട് വന്ന അക്കം ഏതാണ്? 5. ക്ലിയർ ആണ്. ഇനി മൂന്നാമത്തെ സംഖ്യ നോക്കിക്കേ,
0.733 ദശാംശം കഴിഞ്ഞിട്ട് വന്ന അക്കം ഏതാണ്? 7. ആദ്യത്തെ സംഖ്യയിൽ ദശാംശം കഴിഞ്ഞിട്ട് വന്ന അക്കം 8, രണ്ടാമത്തെ സംഖ്യയിൽ ദശാംശ സ്ഥാനം കഴിഞ്ഞ് വന്ന 5, മൂന്നാമത്തെ സംഖ്യയിൽ ദശാംശ സ്ഥാനം കഴിഞ്ഞ് 7. നോക്കിയേ, 8, 5, 7 ഏതാണാ വലുത്? വലുത് 8. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം വരേണ്ട സംഖ്യ ഏതാണ്? അവരോഹണ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അവരോഹണ ക്രമം വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ആദ്യം എഴുതേണ്ടത് വലുത്. ഇവിടെ വലുതാരാ? 0.8. ക്ലിയർ ആണ്. അപ്പം 0.813 വലുത്. ക്ലിയർ ആണ്. ഇനി രണ്ടാമത് വരേണ്ടത് ഏതാ? ദശാംശ സ്ഥാനം കഴിഞ്ഞ് രണ്ടാമത് വന്ന വലിയ അക്കം ഏതാണ്? 7. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അക്കം ഏതാണ്? 0.733. ഏറ്റവും ചെറിയ അക്കം ഏതാ? 0.514. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സി ഉണ്ട്. സി നോക്കിയേ, 0.813, 0.733, 0.514. ഓപ്ഷൻ ഡി നോക്കിയേ, 0.813, 0.733, 0.514. ക്ലിയർ ആണ്. ഇനി ഇടയ്ക്ക് സിമ്പിൾ ഉണ്ട്. സിമ്പിൾ നോക്കിക്കോണേ. ഓപ്ഷൻ സിയിലെ സിമ്പിൾ ഇങ്ങനെയാണ്. ഇങ്ങനെ സിമ്പിൾ വന്നാൽ ഇവിടെ വലുതാരാ? എക്സ്. ക്ലിയർ ആണ്. ഇങ്ങനെ സിമ്പിൾ വന്നാൽ വലുത് ഇവിടെ ആരാണ്? എക്സ്. എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. വൈയിനെക്കാളും എക്സ് വലുതാണ്. വൈയിനെക്കാളും എക്സ് വലുതാണ്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ വന്നാൽ ഇവിടെ വലുതാരാ? എക്സ്. ക്ലിയർ ആണ്. ഇനി ഇങ്ങനെ സിമ്പിൾ വന്നാലോ? ഇങ്ങനെ സിമ്പിൾ വന്നാൽ വൈ ആണ് വലുത്. ക്ലിയർ ആണ്. ഇങ്ങനെ സിമ്പിൾ വന്നാൽ വൈ ആണ് വലുത്. വാ ഭാഗം ഏത് നമ്പറിന് നേരെ ഉണ്ടോ ആ സംഖ്യ വലുതായിരിക്കും. ക്ലിയർ ആണ്. വാ ഭാഗം, വാ തുറന്നിരിക്കുന്നത് ഏത് നമ്പറിന് നേരെയാണോ ആ സംഖ്യ വലുത്. ക്ലിയർ ആണ്. വാ ഭാഗം ഏത് സംഖ്യക്ക് നേരെയാണോ ആ സംഖ്യ വലുത്. ക്ലിയർ ആണ്. ഇവിടെ വാ ഭാഗം ഏത് സംഖ്യക്ക് നേരെയാണ്? എക്സ്. അപ്പൊ എക്സ് വലുത്. ഇവിടെ വാ ഭാഗം ഏത് സംഖ്യക്ക് നേരെയാണ്? വൈയുടെ നേരെ. അപ്പൊ വൈ വലുത്. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണ് നോക്കിയേ. ഇവിടെ വലുത് ഏതാ? 0.813. ഇവിടെ വലുതാരാ? 0.733. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻ. ഇവിടെ ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ ആണ്. അപ്പം സിമ്പിൾ നോക്കേണ്ടത് വാ ആളുടെ നേർക്കാണോ ഉള്ളത് അയാള് വലുത്. ഓക്കെയാണ്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്നത് 36 × 24 = 864 ആണെങ്കിൽ 0.036 × 2.4 എത്ര? ക്ലിയർ ആണ്. ചോദ്യത്തിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇത് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ആദ്യം ദശാംശ സ്ഥാനം എടുത്ത് മാറ്റും. എന്ന് പറഞ്ഞാൽ 0.036 എന്ത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ? 36 മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. 36 എടുക്കും. 36 രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 2.4. 36 ദശാംശ സ്ഥാനം എടുത്താൽ നമ്മൾ എങ്ങനെ എഴുതുവാടാ? 24. 36 × 24 നമ്മൾ ഗുണിച്ച് ഒരു സംഖ്യ എടുത്ത് എത്ര ദശാംശം ഉണ്ടോ അത്രയും എണ്ണം എടുത്ത് നമ്മൾ മാറ്റി ദശാംശം കൊടുക്കും. ക്ലിയർ ആണ്. 36 × 24 ഗുണിച്ച് നമ്മൾ ഒരു നമ്പർ എടുക്കും. എന്നിട്ട് ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനമുണ്ട്. ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനമുണ്ട്. അങ്ങനെ 4 സ്ഥാനം. ഉത്തരത്തിൽ 4 സ്ഥാനം മാറ്റി നമ്മൾ ദശാംശം കൊടുക്കണം. ക്ലിയർ ആണ്. ഇനി ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 864 ആണ് ഉത്തരവും തന്നിട്ടുണ്ട്. അപ്പം ഇവരുടെ ഉത്തരം 864 എഴുതി. ഇവിടെ ആദ്യത്തെ അക്കത്തിൽ ദശാംശങ്ങൾ എത്ര സ്ഥാനമുണ്ട്? 3 അക്കമുണ്ട്. ഇവിടെ എത്ര അക്കമുണ്ട്? 1 അക്കമുണ്ട്. ആദ്യത്തെ സംഖ്യയിൽ ദശാംശം കഴിഞ്ഞ് 3 അക്കമുണ്ട്. രണ്ടാമത്തെ സംഖ്യയിൽ ദശാംശം കഴിഞ്ഞ് എത്ര അക്കൗണ്ടാ? 1 അക്കൗണ്ട്. ക്ലിയർ ആണ്. ആകെ എത്ര അക്കൗണ്ട് ചോദിച്ചാൽ ഇവിടെ 3 എണ്ണം, ഇവിടെ 1 എണ്ണം. ആകെ എത്ര അക്കമാണ്? 4 അക്കൗണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരത്തിൽ 4 അക്കം കഴിഞ്ഞ് ദശാംശം കൊടുക്കണം. ഇനി എണ്ണി തുടങ്ങേണ്ടത് എപ്പോഴും വലത് ഭാഗത്താണ്. എണ്ണി തുടങ്ങേണ്ടത് എപ്പോഴും വലത്ത് നിന്ന് ഇടത്തോട്ട് എണ്ണി തുടങ്ങാം. ക്ലിയർ ആണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ 1, 2, 3 നാലാമത് അക്കം ഉണ്ടാ? നാലാമത് അക്കം ഇല്ലെങ്കിൽ ഒരു 0 കൊടുക്കണം. എന്നിട്ട് ഡെസിമൽ കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0.0864. ക്ലിയർ ആണ്. 864 ഉത്തരം കിട്ടും. 4 സ്ഥാനം മാറ്റി ദശാംശം കൊടുക്കാൻ പറഞ്ഞാൽ 1, 2, 3 നാലാമത് അക്കമില്ലാത്തതുകൊണ്ട് 0 കൊടുക്കണം. ദശാംശം കൊടുക്കും. ഉത്തരം എത്ര കിട്ടും? 0.0864. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ ആണ്. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 5/6.625 അത് 0.7547 തന്നിട്ടുണ്ട്. ആയാൽ 5/6625 എത്ര? പേരാണ്. ഒന്നുമില്ല, സെയിം നമ്പർ തന്നെ. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ദശാംശ സ്ഥാനം മാറ്റി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണ്. അപ്പൊ നോക്കിയേ, ചോദ്യം പറയുന്നത് 5/6.625 തന്നിട്ടുണ്ട്. അത് എത്ര തന്നിരിക്കുന്നത്? 0.7547 തന്നിട്ടുണ്ട്. ക്ലിയർ ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ 6.625
ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിട്ട് മാറി? ദശാംശ സ്ഥാനം മാറ്റി കൊടുത്ത്. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ദശാംശ സ്ഥാനം മാറ്റണം. ദശാംശ സ്ഥാനം കഴിഞ്ഞ് എത്ര അക്കങ്ങളുണ്ട്? 3 അക്കങ്ങളുണ്ട്. ദശാംശ സ്ഥാനം കഴിഞ്ഞ് ഒരക്കമാണ് ഉള്ളതെങ്കിൽ ഞാൻ ആ സംഖ്യയെ ദശാംശം കളയാൻ 10 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ ആണ്. ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഖ്യയുടെ ദശാംശം കളയാൻ ഞാൻ 100 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ ആണ്. ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര അക്കങ്ങളുണ്ട്? 3 അക്കങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദശാംശം കളയാൻ ഞാൻ എന്ത് ചെയ്യണം? 5/6.625 ദശാംശ സ്ഥാനം കളയാൻ ഞാൻ 1000 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ ആണ്. ഇവിടെ ഞാൻ ഛേദത്തിൽ 1000 കൊണ്ട് ഗുണിച്ചാൽ അപ്പുറത്ത് ഉത്തരം കിടപ്പുണ്ട് 0.7547. ഇവിടെയും ഛേദത്തിൽ ഞാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 0.7547 ബൈ 1 കൊടുത്താൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. സെയിം നമ്പർ അല്ലേ കിട്ടുന്ന. ക്ലിയർ ആണ്. ഈ 1ലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? 1000 കൊണ്ട് ഗുണിക്കുന്നത്. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0.7547 ബൈ 1000. ക്ലിയർ ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ 5/6625 എന്ന് പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ നമ്പർ ആയി 5/6625. അങ്ങനെ ആയാൽ ഇവിടെ എങ്ങനെ വരുവാ? ഇവിടെ 0.7547 ബൈ 1000. ക്ലിയർ ആണ്. അപ്പൊ 1000 കൊണ്ട് ഹരിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? 3 സ്ഥാനം മാറ്റി ദശാംശം കൊടുക്കണം. ക്ലിയർ ആണ്. അങ്ങനെ 3 സ്ഥാനം മാറ്റി ദശാംശം കൊടുക്കാൻ പറഞ്ഞാൽ ഓൾറെഡി അവിടെ എന്തുണ്ട്? ഒരു ദശാംശം ഉണ്ട്. ക്ലിയർ ആണ്. ഇനി 3 സ്ഥാനം മാറ്റി വേണം ദശാംശം കൊടുക്കാൻ. ഓക്കെ ആണ്. അപ്പൊ നമ്പർ 7, 4, 5, 7 3 സ്ഥാനം മാറ്റി. നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 0 കൊടുക്കണം. 1, 2, 3 സ്ഥാനം മാറ്റി കൊടുത്ത്. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരം എങ്ങനെ വരും? 0.007547. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ ആണ്. ക്ലിയർ ആണ്. 1000 കൊണ്ട് ഗുണിച്ചാൽ 3 സ്ഥാനം മാറ്റി കൊടുക്കണം. നേരത്തെ അവിടെ എന്തുണ്ട്? ദശാംശം ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആ ദശാംശം പിന്നെയും 3 സ്ഥാനം മാറ്റി കൊടുക്കണം. ഓക്കെ ആണ്. ഓൾറെഡി ദശാംശം ഉള്ളതുകൊണ്ട് 3 സ്ഥാനം മാറ്റി കൊടുക്കണം. അങ്ങനെ 3 സ്ഥാനം മാറ്റി കൊടുത്താൽ സംഖ്യ എങ്ങനെയാവൂടാ? 0.007547. ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 2 സംഖ്യകളുടെ ലസാഗു 108ഉം ഉസാഗ 18ഉം സംഖ്യകളിൽ ഒന്ന് 54 ആയാൽ മറ്റേ സംഖ്യ ഏത്? ക്ലിയർ ആണ്. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് LCM ഒരു റൂൾ നമ്മൾ പഠിക്കും. എന്തോന്നാണ് റൂൾ എന്ന് ചോദിച്ചാൽ LCM into HCF. LCM into HCF. LCM-ഉം HCF-ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് 2 സംഖ്യകളുടെ ഗുണിതത്തിന് തുല്യമായിരിക്കും. ക്ലിയർ ആണ്. 2 സംഖ്യകളുടെ ഗുണിതം എന്ന് പറയുന്നത് LCM-ന്റെയും HCF-ന്റെയും ഗുണിതത്തിന് തുല്യമായിരിക്കും. തിരിച്ചു പറഞ്ഞാലും LCM-ന്റെയും HCF-ന്റെയും ഗുണിതം 2 സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. LCM into HCF സമം സംഖ്യകളുടെ ഗുണിതം. ക്ലിയർ ആണ്. LCM into HCF സമം 2 സംഖ്യകളുടെ ഗുണിതം. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണ് നോക്കിക്കേ. ഇവിടെ LCM 108ഉം തന്നിട്ടുണ്ട്, HCF 18ഉം തന്നിട്ടുണ്ട്. സംഖ്യകളുടെ ഗുണിതം കാണാൻ എന്ത് ചെയ്താലും മതി? LCM into HCF കണ്ടുപിടിച്ചാലും മതി. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണ് നോക്കിക്കേ. സംഖ്യകളുടെ ഗുണിതം LCM into HCF. ഇവിടെ LCM 108 ആണ്, HCF 18 ആണ്. 108ഉം 18ഉം കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? സംഖ്യകളുടെ ഗുണിതം കിട്ടും. ഒരു നമ്പർ തന്നിട്ടുണ്ട്, മറ്റേ സംഖ്യ കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഒരു നമ്പർ ഉണ്ട്, മറ്റേ സംഖ്യ കണ്ടുപിടിക്കണം. എങ്കിൽ എന്ത് ചെയ്താൽ മതി? LCM-നെയും HCF-നെയും കൊണ്ട് ഗുണിച്ച് തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണ്. LCM-നെയും HCF-നെയും തമ്മിൽ ഗുണിച്ച് തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് ഹരിക്കണം. LCM എത്ര? 108. HCF എത്ര? 18. തന്നിരിക്കുന്ന സംഖ്യ എത്ര? 54. അപ്പൊ അങ്ങനെയാണെങ്കിൽ 108 into 18 ഡിവൈഡഡ് ബൈ 54. ക്ലിയർ ആണ്. എന്തോന്നാ റൂള് പറഞ്ഞത്? LCM into HCF സമം 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ N1 into N2. ക്ലിയർ ആണ്. സമം N1 into N2. LCM into HCF സമം N1 into N2. ക്ലിയർ ആണ്. ഇവിടെ LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, ഒരു നമ്പർ തന്നിട്ടുണ്ട്, മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? LCM into HCF എന്ന് പറഞ്ഞാൽ 108 into 18 ഡിവൈഡഡ് ബൈ 54. ക്ലിയർ ആണ്. 54 കൊണ്ട് 108നെ ഹരിക്കാൻ പറ്റും. 108നെ 54 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടി. 2 into 18 36 ഉത്തരം. ക്ലിയർ ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ.
എടാ സെയിം റൂളാണ്. രണ്ട് സംഖ്യകളുടെ ലസാഗുവും ഉസാഗയും യഥാക്രമം 144, 24 എന്നിവയാണ്. സംഖ്യകളിൽ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ക്ലിയർ ആണ്. നോക്കിക്കേ, LCM HCF തന്നിട്ടുണ്ട് എങ്കിൽ സംഖ്യകളുടെ ഗുണിതം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? LCM ഇൻറ്റു HCF. സംഖ്യകളുടെ ഗുണിതം എന്ന് പറഞ്ഞാൽ 144 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ തന്നിട്ടുണ്ട്. മറ്റേ സംഖ്യ കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? LCM ഇൻറ്റു HCF ബൈ തന്നിരിക്കുന്ന സംഖ്യ. ക്ലിയർ ആണ്. LCM-നെയും HCF-നെയും കൊണ്ട് ഗുണിച്ച് തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മറ്റേ സംഖ്യ കിട്ടും. LCM ഇൻറ്റു HCF ഡിവൈഡഡ് ബൈ 72. 72 144 കൊണ്ട് കട്ട് ചെയ്താൽ 144 72 കൊണ്ട് 2 തവണ ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 24 അടുത്ത സംഖ്യ ഏതാ? 48. ഓപ്ഷൻ ബി. ക്ലിയർ ആണ്. റൂൾ എന്തോന്നാ? LCM ഇൻറ്റു HCF സമം രണ്ട് സംഖ്യകളുടെ ഗുണിതം. ക്ലിയർ ആണ്. LCM ഇൻറ്റു HCF സമം രണ്ട് സംഖ്യകളുടെ ഗുണിതം. ഓക്കെ ആണ്, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 24, 15, 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഇത്. ഏറ്റവും വലിയ നാലക്ക സംഖ്യ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 24, 15, 36. എടാ നോക്കി, 24, 15, 36. ഞാൻ ആദ്യം നോക്കേണ്ടത് 24 കൊണ്ടും 15 കൊണ്ടും 36 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ ആണ്. 24 കൊണ്ടും 15 കൊണ്ടും 36 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എപ്പോഴും എന്തായിരിക്കുമടാ? ആ സംഖ്യകളുടെ LCM ആയിരിക്കും. ക്ലിയർ ആണ്. 24 കൊണ്ടും 15 കൊണ്ടും 36 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യകളുടെ LCM ആയിരിക്കും. ക്ലിയർ ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കണ്ടുപിടിക്കണം. ക്ലിയർ ആണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ 24, 15, 36. ഇനി നോക്കിക്കേ, ഇവിടെ 3 പുറത്തെടുത്താൽ 3 കൊണ്ട് ഹരിച്ചാൽ, ഇവിടെ നോക്കി 3 കൊണ്ട് ഹരിച്ചാൽ 24-നെ 3 കൊണ്ട് ഹരിച്ചാൽ 8 തവണ കിട്ടും. 15-നെ 3 കൊണ്ട് ഹരിച്ചാൽ 5 തവണ കിട്ടും. 36-നെ 3 കൊണ്ട് ഹരിച്ചാൽ 12 കിട്ടും. ക്ലിയർ ആണ്. ഇനി 8, 5, 12 2 പുറത്തെടുക്കാം. 8-നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. 5-നെ ഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് താഴോട്ട് ഇറക്കി എഴുതി. 12-നെ 2 കൊണ്ട് ഹരിച്ചാൽ 6. ഓക്കെയാണ്. 4ഉം 6 കൊണ്ട് പിന്നെയും 2 പുറത്തെടുക്കാം. ഇനി 2 പുറത്തിറക്കിയാൽ 4-നെ 2 കൊണ്ട് ഹരിച്ചാൽ 2. 5-ൽ 2 പോകില്ല, താഴോട്ട് ഇറക്കി എഴുതി. 6-നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. ക്ലിയർ ആണ്. ഇനി ഏതെങ്കിലും കോമൺ ആയിട്ട് ഫാക്ടർ ഉണ്ടോ? കോമൺ ആയിട്ട് ഫാക്ടർ ഇല്ല. അപ്പോൾ LCM എങ്ങനെയായിരിക്കും? LCM എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3. ക്ലിയർ ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 എത്ര കിട്ടിയടാ? 6. 6 ഇൻറ്റു 2 12, 12 ഇൻറ്റു 2 24, 24 ഇൻറ്റു 5 120, 120 ഇൻറ്റു 3 LCM ഇവിടെ 360. LCM എന്ന് പറഞ്ഞാൽ 360. ക്ലിയർ ആണ്. ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ സംഖ്യകളുടെ LCM ആയ 360. ഇനി 360 കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ എല്ലാ സംഖ്യകളും LCM-ന്റെ ഗുണിതമായിരിക്കും. ക്ലിയർ ആണ്. 24 കൊണ്ടും 15 കൊണ്ടും 36 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യകളുടെ LCM ആയ 360. 360 കഴിഞ്ഞ് വേറെ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ സംഖ്യകളെല്ലാം തന്നെ എന്തായിരിക്കണം? LCM-ന്റെ ഗുണിതങ്ങളായിരിക്കണം. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കാറാ, എനിക്കറിയേണ്ടത് ഇത്രയും സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഇത്. ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്തായിരിക്കണം? LCM-ന്റെ ഗുണിതമായ ഏറ്റവും വലിയ നാലക്ക സംഖ്യ. ക്ലിയർ ആണ്. ഇനി എനിക്കറിയാന്നുള്ള ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഇതാണ്. എനിക്കറിയാന്നുള്ള ഏറ്റവും വലിയ നാലക്ക സംഖ്യ 49 ക്ലിയർ ആണ്. 9999. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ 9999-നെ 360 കൊണ്ട് ഹരിക്കണം. അപ്പൊ നോക്കിക്കേ, 999-ല് 360 എത്ര തവണ പോവടാ? 2 തവണ പോവും. 999-ൽ 300 എത്ര തവണ പോവടാ? 2 തവണ പോവും. 2 തവണ പോയ 720 കിട്ടും. 9 - 0 9. 9-ന് 2 കുറച്ചാൽ 7. 9-ന് 7 കുറച്ചാൽ 2. ഈ 9 ചേർത്ത് എഴുതിയാൽ 2799 കിട്ടും. ക്ലിയർ ആണ്. ഇനി 2799-ല് 360 എത്ര തവണ പോവും? നോക്കിക്കേ 360 2799-ൽ 7 തവണ പോവും. ക്ലിയർ ആണ്. 7 തവണ പോയാൽ
2520 കിട്ടും. 2520 കിട്ടിയാൽ നോക്കിക്കേ, 9-ൽ നിന്ന് 0 കുറച്ചാൽ 9, 9-ൽ നിന്ന് 2 കുറച്ചാൽ 7, 7-ൽ നിന്ന് 5 കുറച്ചാൽ 2, 2-ൽ നിന്ന് 2 കുറച്ചാൽ 0. റിമൈൻഡർ എത്രയുണ്ട്? റിമൈൻഡർ 279. എടാ, ഇവിടെ റിമൈൻഡർ 0 ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ മാനിക്കണം? ക്ലിയർ ആണ്. റിമൈൻഡർ 0 ആണെങ്കിൽ ഞാൻ എന്ത് വിചാരിച്ചോണം? 9999 എനിക്ക് 360 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ക്ലിയർ ആണ്. റിമൈൻഡർ 0 എന്ന് ഹരിക്കാൻ പറ്റൂലേ? ഹരിക്കാൻ പറ്റുമെങ്കിലല്ലേ റിമൈൻഡർ 0 വരുള്ളൂ. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഞാൻ എങ്ങനെ പറഞ്ഞേനെ? 9999 ആണെന്ന് പറഞ്ഞേനെ. ഓക്കെയാണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇവിടെ റിമൈൻഡർ ഉണ്ട്. എത്ര റിമൈൻഡർ ഉണ്ട്? 279 ഉണ്ട്. ക്ലിയർ ആണ്. ഏറ്റവും വലിയ സംഖ്യയാണ് ഞാൻ എടുത്തത്, 9999. ഇനി എനിക്ക് വേണ്ട 4 അക്ക സംഖ്യ എങ്ങനെ ആയിരിക്കണം? 9999 കുറവായിരിക്കണം, ഇല്ലേ? അങ്ങനെ 9999 കുറവാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 9999 നിന്ന് കുറയ്ക്കണം. അപ്പൊ കൊടുക്കേണ്ട സൈൻ ഏതാണ്? മൈനസ്. എന്ത് കുറയ്ക്കണമെന്ന് ചോദിച്ചാ 9999 360 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് ശിഷ്ടം എത്ര കിട്ടി? ശിഷ്ടം കിട്ടിയത് 279. അപ്പൊ ഞാൻ എന്ത് ചെയ്തോണം? 279 കൊണ്ട് കുറച്ചോണം. 9999 നിന്ന് 279 കുറയ്ക്കണം. അങ്ങനെ 279 കുറച്ചാൽ എനിക്ക് എത്ര കിട്ടുവാടാ? നോക്കിക്കേ, 9999 മൈനസ് 279. 9-ൽ നിന്ന് 9 കുറച്ചാൽ 0, 9-ൽ നിന്ന് 7 കുറച്ചാൽ 2, 9-ൽ നിന്ന് 2 കുറച്ചാൽ 7, 9 അതുപോലെ താഴോട്ട് ഇറക്കി എഴുതി. എന്റെ ഉത്തരം ഞാൻ എങ്ങനെ പറയണം? 9720 എന്ന് പറയണം. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ ആണ്. ഇച്ചിരി പാടുള്ള ചോദ്യം, ഒരിക്കൽ കൂടെ നോക്കാം. നോക്കിക്കേ, ചോദ്യം പറയുന്നത് 24, 15, 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത്? ക്ലിയർ ആണ്. ആദ്യം ഞാൻ നോക്കേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. ഇനി ഏറ്റവും ചെറിയ സംഖ്യ എപ്പോഴും എങ്ങനെ ആയിരിക്കും? തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM ആയിരിക്കും. ഏറ്റവും ചെറിയ സംഖ്യ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM ആയിരിക്കും. ഏതൊക്കെ സംഖ്യകൾ തന്നിട്ടുണ്ട്? 24, 15, 36. അപ്പൊ എന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തോന്നാ? 24-ന്റെയും 15-ന്റെയും 36-ന്റെയും LCM എടുക്കണം. ഓക്കെ ആണ്. ക്ലിയർ ആണ്. അങ്ങനെ LCM എടുത്തപ്പോൾ ഇവിടെ എനിക്ക് എത്ര കിട്ടിയടാ? 360 കിട്ടി. LCM എത്രയാണ്? 360. ഓക്കെ ആണ്. കണ്ടുപിടിക്കേണ്ടെന്ന് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. അതുകൊണ്ട് ഏറ്റവും വലിയ 4 അക്ക സംഖ്യയായ 9999 ഞാൻ അങ്ങെടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെക്ക് ചെയ്യണം? എനിക്ക് 9999 360 കൊണ്ട് ഹരിക്കണം. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന സംഖ്യയുടെ LCM ആയ 360. ക്ലിയർ ആണ്. ഇനി 360 കൂടാതെ വേറെ ഏതൊക്കെ സംഖ്യകളെ 24 കൊണ്ടും 15 കൊണ്ടും 36 കൊണ്ടും ഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാ സംഖ്യകളും ആരുടെ ഗുണിതമായിരിക്കണം? 360 ഗുണിതമായിരിക്കണം. ക്ലിയർ ആണ്. ഇനി വേറെ ഏത് സംഖ്യ ചോദിച്ചാലും നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 360 ഗുണിതം കണ്ടുപിടിച്ചാൽ മതി. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ 360 ഗുണിതമായ 4 അക്ക സംഖ്യ ഏതാണെന്നാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഇവിടെ ആരാ? 9999. അപ്പോൾ 9999 ഞാൻ 360 കൊണ്ട് ഹരിച്ചു നോക്കും. അങ്ങനെ 360 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് റിമൈൻഡർ 0 വന്നാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ LCM കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 വന്നാൽ എന്റെ ഉത്തരം ഞാൻ എടുത്ത സംഖ്യ ആയിരിക്കും. ക്ലിയർ ആണ്. ഞാൻ എടുത്ത സംഖ്യ ഏതാണ്? 9999. ഓക്കെ ആണ്. ഇനി റിമൈൻഡർ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത സംഖ്യ ഏറ്റവും വലിയ സംഖ്യയാണ് 9999. ഇവിടെ 360 കൊണ്ട് ഹരിച്ച റിമൈൻഡർ എത്ര വന്ന്? 279 വന്ന്. ഞാൻ എടുത്ത സംഖ്യ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട സംഖ്യ എങ്ങനെ ആയിരിക്കണം? 9999 കുറവായിരിക്കണം. അപ്പോൾ 9999 മൈനസ് എനിക്ക് കിട്ടിയ ശിഷ്ടം റിമൈൻഡർ. ഇവിടെ റിമൈൻഡർ എത്ര? 279. അപ്പൊ അങ്ങനെ കുറയ്ക്കുമ്പോൾ എനിക്ക് ഉത്തരം ഏത് കിട്ടും? 9720. ഓക്കെ ആണ്. ക്ലിയർ ആണ്. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് ചോദ്യമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി?
999നെ 360 കൊണ്ട് ഹരിക്കും. ശിഷ്ടമുണ്ടെങ്കിൽ 999 നിന്ന് കുറയ്ക്കണം. ഓക്കെയാണ്. ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ ചോദിച്ചാൽ എങ്ങനെ എഴുതണം? ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ ചോദിച്ചാൽ എങ്ങനെ എഴുതണോടാ? 99,999നെ ഞാൻ 360 കൊണ്ട് ഹരിക്കണം. റിമൈൻഡർ ഉണ്ടെങ്കിൽ 99,999 നിന്ന് റിമൈൻഡർ കുറച്ചാൽ എന്റെ ഉത്തരമാവും. ഓക്കെയാണ്, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. രണ്ട് സംഖ്യകളുടെ HCF 8ഉം സംഖ്യകളുടെ ഗുണനഫലം 256 സംഖ്യകളുടെ ലസാഗു എത്ര? ഇവിടെ HCF തന്നിട്ടുണ്ട്, സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചോദ്യത്തെ പഠിച്ചായിരുന്നു. എങ്ങനെ പഠിച്ചത്? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഏതിന് തുല്യമായിരിക്കും? സംഖ്യകളുടെ LCMന്റെയും HCFന്റെയും ഗുണിതത്തിന് തുല്യമായിരിക്കും. സംഖ്യകളുടെ ഗുണനഫലം LCMന്റെയും HCFന്റെയും ഗുണിതത്തിന് തുല്യമായിരിക്കും. അങ്ങനെയാണ്, നോക്കിക്കേ. ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. ആര് തന്നിട്ടുണ്ട്? HCF തന്നിട്ടുണ്ട്. പിന്നെന്തുണ്ട്? സംഖ്യകളുടെ ഗുണനഫലമുണ്ട്. HCF ഉണ്ട്, സംഖ്യകളുടെ ഗുണനഫലമുണ്ട്. LCM കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സംഖ്യകളുടെ ഗുണനഫലത്തിനെ HCF കൊണ്ട് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമടാ? എനിക്ക് LCM കിട്ടും. ക്ലിയർ ആണ്. അപ്പൊ നോക്കിക്കേ, നേരത്തെ പഠിച്ച റൂൾ എന്താ? LCM ഇൻറ്റു HCF ഇതെന്ന് പറയുന്ന രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഇവിടെ N1 ഇൻറ്റു N2 തന്നിട്ടുണ്ട് എത്ര? 256. HCF തന്നിട്ടുണ്ട് എത്ര? 8. കണ്ടുപിടിക്കേണ്ട എന്തോന്നാ? LCM എത്ര? ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെ LCM കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? സംഖ്യകളുടെ ഗുണനഫലത്തിൽ നിന്ന് HCFനെ ഹരിക്കണം. ക്ലിയർ ആണ്. HCFും ഗുണനഫലവും തന്നാൽ LCM കാണാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഗുണനഫലത്തിനെ HCF കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണ്. അപ്പൊ നോക്കിക്കേ, 8 കൊണ്ട് 256 ഹരിച്ചാൽ എത്ര ഉത്തരം കിട്ടൂടാ? ഉത്തരം 32. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ ആണ്, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 1-1/4 എത്ര? 1-1/4 എത്ര? ഈ ചോദ്യം നോർമലി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1-1/4. ക്ലിയർ ആണ്. ഇനി ഡിനോമിനേറ്റർ എന്ത് തന്നെ കൊടുക്കണം? 4 തന്നെ കൊടുക്കും. ക്ലിയർ ആണ്. ഇനി ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ 1 × 4 4 -1. അപ്പൊ ഉത്തരം നമ്മൾ എങ്ങനെ എഴുതും? 4 ൽ നിന്ന് കുറച്ച് 3 കിട്ടി, ഡിനോമിനേറ്റർ 4 തന്നെ കൊടുക്കും, ഉത്തരം 3/4 കിട്ടും. ക്ലിയർ ആണ്. ഇങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. 1 ൽ നിന്ന് 1/4 കുറയ്ക്കാൻ പറഞ്ഞാൽ എന്തോന്നാ ഈ 1/4? 1/4 എന്ന് പറഞ്ഞാൽ കാലെന്ന് പറയും. കാല്. 1/4 കാല്. 1/2 അര. 3/4 മുക്കാല്. ക്ലിയർ ആണ്. 1 ൽ നിന്ന് കാല് കുറയ്ക്കാൻ പറഞ്ഞാൽ എന്ത് കിട്ടുവാടാ? മുക്കാല് കിട്ടും. മുക്കാലെന്ന് പറയാൻ തോന്നാ 3/4. ക്ലിയർ ആണ്. 1 ൽ നിന്ന് കാല് കുറയ്ക്കാൻ പറഞ്ഞാൽ എന്ത് കിട്ടും? മുക്കാല് കിട്ടും. 3/4. ഉത്തരം എത്ര? 3/4 മുക്കാല് കിട്ടും. ഓക്കെ ആണ്, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കി. 7 1/2ന്റെ 5 1/4 മടങ്ങെത്ര എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകൾ എന്തെടുത്താൽ മതി? തന്നിരിക്കുന്ന സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ മതി. ക്ലിയർ ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 7 1/2 5 1/4. ക്ലിയർ ആണ്. ഇനി തന്നിരിക്കുന്നത് എങ്ങനെയാണ്? മിശ്ര ഭിന്നത്തിലാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ്? മിശ്ര ഭിന്നം, മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. സിംപ്ലിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനെ ഞാൻ എങ്ങനെ മാറ്റിക്കോണം? മിശ്ര ഭിന്നത്തിന് ഞാൻ വിഷമ ഭിന്നമാക്കി എഴുതണം. ക്ലിയർ ആണ്. മിക്സഡ് ഫ്രാക്ഷനെ ഇൻപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി വേണം എഴുതാൻ. ക്ലിയർ ആണ്. മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമാക്കണം. ക്ലിയർ ആണ്. നോക്കിയേ, ആദ്യം ഈ തന്നിരിക്കുന്ന സംഖ്യകള് വിഷമ ഭിന്നമാക്കി എഴുതും. വിഷമ ഭിന്നമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യ സംഖ്യ ചെയ്തത് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ക്ലിയർ ആണ്. ഇനി അംശം എഴുതേണ്ടത് 7 × 2 14. 14 ഇതൊന്ന് കൂട്ടിയ 15/2 ഇൻറ്റു ഇവിടെ രണ്ടാമത്തെ സംഖ്യയിൽ ഛേദം 4. 4 × 5 20. ഒന്നുകൂടെ കൂട്ടിയ 21. അപ്പൊ 21/4. 15/2 ഇൻറ്റു 21/4. ക്ലിയർ ആണ്. 15 × 21 എന്ന് പറഞ്ഞാൽ 315. 15 × 21 315 ഡിവൈഡഡ് ബൈ 8. ക്ലിയർ ആണ്. 15 × 21 315. 2 × 4 8. അപ്പൊ 315/8. ഇനി 315 ഡിവൈഡഡ് ബൈ 8. 31 8 3 തവണ പോയി 24 കിട്ടി. റിമൈൻഡർ 7 വരും. 5 ചേർത്ത് എഴുതിയാൽ 75. ക്ലിയർ ആണ്. നോക്കിയേ, 75 8 എത്ര തവണ പോകും? 9 തവണ പോകും. ക്ലിയർ ആണ്. അപ്പൊ 39 ആയി. ഇനി ഓപ്ഷൻ നോക്കിക്കേ,
ഒന്ന് 38.75, രണ്ട് 36.375, മൂന്നാമത്തത് 39.375, നാലാമത്തത് 40. ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് 39 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ഏതാണെന്ന് പറയാം? ഉത്തരം സി ആണെന്ന് പറയാം. മുഴുവൻ ചെയ്ത് നോക്കണമെന്നില്ല, വേണമെങ്കിൽ ചെയ്തോ. ക്ലിയർ ആണ്. പക്ഷെ സമയം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫുള്ള് ചെയ്യണമെന്നില്ല. ഇവിടെ 39 കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരത്തിലൂടെ എത്താൻ പറ്റും. ക്ലിയർ ആണ്. അപ്പം ഇവിടെ ഉത്തരം ഏതാണ്? 39.375. ക്ലിയർ ആണ്. എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? 39 വരെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. നോക്കി, ഭിന്നസംഖ്യയിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ക്ലിയർ ആണ്. ഭിന്നസംഖ്യ എന്ന ചാപ്റ്ററിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ചെറുതേത്? ക്ലിയർ ആണ്. ഇനി ചെറുതേതാണെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന സംഖ്യകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ 7/11, രണ്ടാമത്തെ ഓപ്ഷൻ 8/13, മൂന്നാമത്തെ ഓപ്ഷൻ 2/3, നാലാമത്തെ ഓപ്ഷൻ 5/8. ക്ലിയർ ആണ്. ഇനി ചെറുത് ഏതാണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 7 × 13, 7 × 13 എത്ര കിട്ടും? 91. ക്ലിയർ ആണ്. 8 × 11 88 കിട്ടും. ക്ലിയർ ആണ്. ഇവിടെ 91 ആണ് ചെറുത്, 88 ആണ് ചെറുത്. 88 ആണ് ചെറുത്. അപ്പം ചെറിയ ഭിന്നസംഖ്യ ആരാണ്? 8/13. അപ്പം ആദ്യത്തെ ഓപ്ഷൻ വെട്ടിപ്പോയി. ക്ലിയർ ആണ്. ഇനി നോക്കിയേ, ഇനി ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താ 8 × 3 24 കിട്ടും. 13 × 2 26. ക്ലിയർ ആണ്. ഇവിടെ ചെറുതാരാ? 24 എന്ന് പറഞ്ഞാൽ ഏത് ഭിന്നസംഖ്യ? 8/13 ആണ് ചെറുത്. ആരൂടെ ക്യാൻസൽ ആയിപ്പോയി? ഓപ്ഷൻ സി കൂടെ ക്യാൻസൽ ആയിപ്പോയി. ക്ലിയർ ആണ്. ഇനി ഇതേപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ കൂടെ ചെക്ക് ചെയ്താൽ മതി. 8/13 താഴോട്ട് ഇറക്കി എഴുതി. ലാസ്റ്റ് ഓപ്ഷൻ 5/8. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താ 8 × 8 64, 13 × 5 65. ഇവിടെ ഏറ്റവും ചെറുതാരാണ്? ഏറ്റവും ചെറുത് 64. അപ്പൊ ചെറിയ ഭിന്നസംഖ്യ ആരാണ്? 8/13. ഉത്തരം. ക്ലിയർ ആണ്. ഭിന്നസംഖ്യ തന്നിട്ട് ചെറുതേത് വലുതേതെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. ക്ലിയർ ആണ്. ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. ഓക്കെ ആണ്. ക്ലിയർ ആണ്. ഇവിടെ ചെറുതാരാ? ഇവിടെ 8/13. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? അതറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1/2 1/8 കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണ്. 1/2 1/8 കൊണ്ട് ഹരിക്കും. ഓക്കെ ആണ്. ഇങ്ങനെ ഹരിച്ചാൽ എന്ത് ചെയ്യണം? ഇവിടെ തിരിച്ചിട്ട് ഗുണിക്കും. 1/2 ഇൻറ്റു തിരിച്ചിട്ടാൽ 8 മേളിൽ പോയി 1 താഴെ വരും. ക്ലിയർ ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 8/1, 2 കൊണ്ട് 8നെ ഹരിക്കാൻ പറ്റും എത്ര തവണ? 4 തവണ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ ആണ്. ചോദ്യം എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 1/2 1/8 കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണ്. അങ്ങനെ ഹരിച്ചാൽ ഇവിടെ ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി 4 ആണ് ഉത്തരം. ഓക്കെ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 15/18 സമം (y30) കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ കോണ്ടാക്ട് ഉള്ളത് ആരൊക്കെയാണ്? കോണ്ടാക്ട് ഉള്ളത് 15 × 30 കോണ്ടാക്ട് ഉണ്ട്. മിസ് കോണ്ടാക്ട് ആരാണ്? 18. ചേർത്ത് എഴുതണം. /18. ക്ലിയർ ആണ്. ഇനി 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 തവണ, 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5 തവണ, 6 കൊണ്ട് 30നെ ഹരിച്ചാൽ 5 തവണ, 5 × 5 25. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ ആണ്. ക്ലിയർ ആണ്. എളുപ്പമുള്ള ചോദ്യം. അടുത്ത ചോദ്യം നോക്കിക്കേ. 3/13 /4/26. ക്ലിയർ ആണ്. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഭിന്നസംഖ്യകളെ തിരിച്ചിട്ട് ഗുണിക്കണം. ക്ലിയർ ആണ്. എന്ന് പറഞ്ഞാൽ 3/13 ഡിവിഷൻ സൈന് മാറ്റി മൾട്ടിപ്ലിക്കേഷൻ സൈന് കൊടുക്കണം. ഇൻറ്റു കൊടുക്കണം. ഇൻറ്റു കൊടുത്താൽ രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കണം. തിരിച്ചിട്ട് ഗുണിക്കാൻ പറഞ്ഞാൽ 4/26 ആണ് കിടക്കുന്നത്. അപ്പൊ താഴെ കിടക്കുന്ന 26 മുകളിൽ പോകണം. അപ്പൊ 26/4. ക്ലിയർ ആണ്. 3/13 ഇൻറ്റു 26/4. 13 കൊണ്ട് 26നെ 2 തവണ ഹരിക്കാൻ പറ്റും. 2 കൊണ്ട് 4നെ 2 തവണ ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബാക്കി ആരൊക്കെ ഉള്ളു? 3/2. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ ആണ്. സിമ്പിൾ ചോദ്യം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഭിന്നസംഖ്യകളുടെ ഹരണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഭിന്നസംഖ്യകളെ തിരിച്ചിട്ട് ഗുണിക്കണം. ഓക്കെ ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇവിടെ 13/7, 16/7, 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യയായ പദം ഏത്? ക്ലിയർ ആണ്. ഇവിടെ നോക്കി,
ഛേദത്തിൽ കിടക്കുന്ന എല്ലാ സംഖ്യ ഏതാണ്? 7 ആണ്. ഛേദത്തിൽ കിടക്കുന്ന സംഖ്യകളെല്ലാം തന്നെ 7 ആണ്. അങ്ങോട്ടെടുക്കുന്ന സംഖ്യകളും ഛേദത്തിൽ എന്ത് തന്നെ കൊടുക്കണം? 7 തന്നെ കൊടുക്കണം. ഓക്കെയാണ്. അപ്പൊ നോക്കിക്കേ, 13/7, 16/7, 19/7. ഛേദത്തിൽ അങ്ങോട്ടെല്ലാം തന്നെ എന്ത് തന്നെ വരും? 7 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ഛേദം ഇനി നോക്കണോ? വേണ്ട. നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? അംശത്തിനെ മാത്രം നോക്കിയാൽ മതി. ഇനി അംശം നോക്കിക്കേ. ആദ്യത്തെ സംഖ്യ 13, രണ്ടാമത്തെ സംഖ്യ 16, മൂന്നാമത്തെ സംഖ്യ 19. നോക്കിയേ, 13 16 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ 3 കൂടണം. 16 19 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 3 കൂടണം. എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം 3. ക്ലിയർ ആണ്. 13/7. അംശത്തിൽ 3 കൂട്ടിയാൽ 16 കിട്ടും, 16/7. അംശത്തിൽ 3 കൂട്ടിയാൽ 19 കിട്ടും, 19/7. അടുത്ത ഭിന്നസംഖ്യ ഞാൻ എഴുതേണ്ട എങ്ങനെയാണ്? 19 നിന്ന് 3 കൂട്ടി 22/7 എന്ന് എഴുതണം. ക്ലിയർ ആണ്. ഇനി നോക്കിക്കേ, എങ്കിൽ ഈ ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ ആവണം. ആദ്യത്തെ എണ്ണൽ സംഖ്യ കിട്ടണമെങ്കിൽ നോക്കിക്കേ, ഛേദത്തിൽ കിടക്കുന്ന സംഖ്യ ഏതാണ്? 7. എങ്കിൽ എണ്ണൽ സംഖ്യ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ കിട്ടണമെങ്കിൽ ഛേദം കൊണ്ട് അംശത്തിനെ എനിക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കണം. ക്ലിയർ ആണ്. ഒരു ഭിന്നസംഖ്യ പൂർണ്ണസംഖ്യ ആകണമെങ്കിൽ ഛേദം കൊണ്ട് അംശത്തിനെ എനിക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കണം. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ അംശമായി കിട്ടേണ്ട സംഖ്യ എന്തിന്റെ ഗുണിതമായിരിക്കണം? 7ന്റെ ഗുണിതമായിരിക്കണം. ക്ലിയർ ആണ്. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ സംഖ്യ 13/7, രണ്ടാമത്തെ സംഖ്യ 16/7, മൂന്നാമത്തെ സംഖ്യ 19/7. ഇനി അംശത്തിൽ 3 കൂട്ടി 3 കൂട്ടിയല്ലേ വരുന്നത്. അപ്പൊ അടുത്ത സംഖ്യ ഏതായിരിക്കണം? 22/7. എനിക്ക് 7 കൊണ്ട് 22നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അടുത്ത സംഖ്യ ഏതാ? 25/7. 25നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അടുത്ത ടൈം ഏതാ? 28/7. എനിക്ക് 28നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ? പറ്റും. എത്ര തവണ ഹരിക്കാൻ പറ്റും? 7 കൊണ്ട് 28നെ 4 തവണ ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏതാണ്? ആദ്യത്തെ എണ്ണൽ സംഖ്യ 4, ഓപ്ഷൻ എ. ക്ലിയർ ആണ്. ഓക്കെ ആണ്.